ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. സുറിയാനി മെത്രാന്മാരും ധൂർത്തപുത്രൻ്റെ കഥയും. കൈത്താക്കാലം 2-ാം ഞായർ. ലൂക്കാസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 11 മുതൽ 32 വരെ വാക്യങ്ങളാണ് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. ധൂർത്തപുത്രൻ്റെ കഥയുടെ തെറ്റായ വ്യാഖ്യാനങ്ങൾ പലരും നൽകുന്നത് കൊണ്ട് നമ്മൾ ഇന്നത് കുറച്ച് വിശദമായി തന്നെ പഠിക്കുകയാണ്. ഈ ധൂർത്തപുത്രൻ്റെ കഥയുടെ വ്യാഖ്യാനം നൽകുമ്പോൾ ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ അതിൻ്റെ സമാപനത്തിൽ പറയുന്ന ഒരു വാക്യമുണ്ട്. നസ്രത്തിൽ യേശു എന്ന ആ പുസ്തകത്തിൻ്റെ 1-ാമത്തെ വാള്യത്തിലാണ് ഈ വ്യാഖ്യാനം ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ നൽകിയിരിക്കുന്നത്. ഞാൻ മാറുകയില്ല, മറ്റുള്ളവർ മാറുകയുമരുത് എന്ന സമദൂരം ശരിയാകില്ല. ഞാൻ മാറുകയില്ല, മറ്റുള്ളവർ മാറാൻ അനുവദിക്കുകയുമില്ല എന്ന സമദൂരം ശരിയാകില്ല. ഇങ്ങനെ ഒരു വ്യാഖ്യാനം ഇതിനകത്ത് ബെനഡിക്റ്റ് മാർപ്പാപ്പ നൽകുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ മാർപ്പാപ്പ നൽകുന്നത്? അത് നമ്മുടെ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയിൽ എന്തുമാത്രം പ്രസക്തമാണത് എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് ആദ്യം കർത്താവിൻ്റെ ഉപമ തന്നെ കേൾക്കാം. ഈശോയുടെ വാക്കുകൾ. പിന്നെയും അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട് പറഞ്ഞു, അപ്പാ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന ഓഹരി എനിക്ക് തരിക. അവൻ അവർക്ക് സ്വത്ത് ഭാഗിച്ചു കൊടുത്തു. ഏറെ നാൾ കഴിയും മുൻപേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് പോയി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു ധൂർത്തടിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ പൗരന്മാരിൽ ഒരുവൻ്റെ അടുത്ത് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയിക്കാൻ തൻ്റെ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവൻ തന്നിലേക്ക് തന്നെ വന്നു. അവൻ പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ എത്രയോ കൂലിക്കാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, മിച്ചം വയ്ക്കുന്നു. ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട് പറയും, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുവനായി എന്നെ നിയമിക്കണമേ. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കലേക്ക് പോയി. ദൂരത്ത് നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു. മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ അപ്പനോട് പറഞ്ഞു, അപ്പാ, ഞാൻ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. എന്നാൽ ആ അപ്പൻ തൻ്റെ ദാസന്മാരോട് പറഞ്ഞു, വേഗം മേൽത്തരം അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറക്കുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എന്തെന്നാൽ എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. അങ്ങനെ അവർ ആനന്ദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ വന്ന് വീടിനോടടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ട് ബാല്യക്കാരിൽ ഒരുവനെ വിളിച്ച് ഇതെന്ത് എന്ന് ചോദിച്ചു. അവൻ അവനോട് പറഞ്ഞു, നിന്റെ സഹോദരൻ വന്നിരിക്കുന്നു. അവനെ സസുഖം കിട്ടിയതുകൊണ്ട് നിന്റെ അപ്പൻ കൊഴുത്ത കാളക്കുട്ടിയെ അറുത്തു. അപ്പോൾ അവൻ കോപിച്ച് അകത്ത് കടക്കാൻ മനസ്സില്ലാതെ നിന്നു. അവൻ്റെ അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. എന്നാൽ അവൻ അപ്പനോട് പൊട്ടിത്തെറിച്ച് മറുപടി പറഞ്ഞു, നോക്കൂ, ഇത്ര കാലമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു. നിന്റെ കൽപ്പന ഒരിക്കലും ഞാൻ ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നിട്ടില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്ത് വിഴുങ്ങിക്കളഞ്ഞ നിന്റെ ഈ മകൻ വന്നപ്പോഴോ കൊഴുത്ത കാളക്കുട്ടിയെ നീ അവന് വേണ്ടി അറുത്തുവല്ലോ. അതിന് അവൻ അവനോട് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഉണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. നാം ഇപ്പോൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം. എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, വീണ്ടും ജീവിക്കുന്നു. നഷ്ടപ്പെട്ടിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ തീരാകാരുണ്യത്തിൻ്റെ അളവില്ലായ്മ, അതാണ് ഈ കഥയുടെ കേന്ദ്രം എന്ന് പറയാം. ദൈവത്തിൻ്റെ തീരാകാരുണ്യത്തിൻ്റെ അളവില്ലായ്മ. സ്വത്ത് മുഴുവൻ പാഴാക്കുകയും അവസാനം വിജാതീയനാവുകയും ചെയ്ത ധൂർത്തപുത്രനോട് നിരുപാധികം ക്ഷമിക്കുകയും
സ്വന്തം വീട്ടിലേക്ക് മകനായി സ്വാഗതം ചെയ്യുകയും ചെയ്ത യഹൂദ പിതാവിനെ പോലെ വിഡ്ഢിയാണ് ദൈവം. സ്നേഹത്തിൻ്റെ ഭോഷത്വമാണത്. ആ ദൈവത്തിൻ്റെ കരുണാമസൃണമായ സ്നേഹം യേശുവിലൂടെ വടിഞ്ഞൊഴുകുന്നു. പിതാവിൻ്റെ നന്മയെക്കുറിച്ചുള്ള അവബോധമാണല്ലോ നഷ്ടപ്പെട്ട മകൻ തിരിച്ചു വരാൻ കാരണം. ഈ അധ്യായത്തിൽ 3 ഉപമകളാണ്. കാരുണ്യത്തിന് 3 ഉപമകളാണ്. ആദ്യത്തേതിൽ ഈ 100 ആടുകളുണ്ടായിരിക്കെ ഒന്ന് നഷ്ടപ്പെട്ടു പോയതിനെ തെരഞ്ഞു പോകുന്ന ഒരു പുരുഷൻ, ഒരു ഇടയൻ. രണ്ടാമത്തെ കഥയിൽ തൻ്റെ ചെമ്പുനാണയം നഷ്ടപ്പെട്ട സ്ത്രീ വീട് മുഴുവൻ അരിച്ചുപെറുക്കി അത് കണ്ടെത്തുമ്പോൾ ആഹ്ലാദിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ 2 മക്കളുടെ അപ്പൻ. ആദ്യത്തെ കഥയിലും അവസാനത്തെ കഥയിലും പുരുഷന്മാരാണ്. നടുവിലെ കേന്ദ്രകഥയിൽ സ്ത്രീയാണ്. നടുക്കുള്ള ഉപമയിൽ ഈ പുറപ്പെട്ടു പോയ മകൻ്റെ കഥ, വീട്ടിൽ തന്നെ കഴിഞ്ഞ മകൻ്റെ കഥ, സ്നേഹം കൊണ്ട് ധൂർത്തരിച്ച അപ്പൻ്റെ കഥ എന്നെല്ലാം ഈ ഉപമയെ വിളിക്കാം. ഈ 2 മക്കളുടെ പറയുമ്പോൾ പഴയ നിയമത്തിൽ ഒരുപാട് 2 മക്കളുടെ കഥകൾ പലതുണ്ട്. ആദ്യത്തെ സഹോദരന്മാർ തുടങ്ങി ആബേൽ, കായേൻ, പിന്നെ ഏസാവ്, യാക്കോബ്, അതിനു മുമ്പ് തന്നെ ഇസ്മായേൽ, ഇസഹാക്ക്, ഏസാവ്, യാക്കോബ്, അങ്ങനെ 2 സഹോദരന്മാരുടെ കഥകൾ പലതുണ്ട്. കർത്താവ് തന്നെയും 2 ഇല്ലേ അനുസരിക്കുന്ന കഥ, മകൻ്റെ കഥ, അനുസരിക്കുമെന്ന് പറഞ്ഞിട്ട് അനുസരിക്കാത്ത മകൻ്റെ കഥ, അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ 2കളുടെ കഥയിൽ ഒരു കഥ കൂടിയാണ് ഇതെന്ന് പറയാം. എങ്കിലും കർത്താവ് കഥ തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യന് 2 മക്കളുണ്ടായിരുന്നു. ഒരിടത്ത് 2 സഹോദരന്മാർ ഉണ്ടായിരുന്നു എന്നല്ല കർത്താവ് തുടങ്ങിയത്. അതായത് അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണിത്. അതുകൊണ്ടാണ് ഒരു അപ്പന് 2 മക്കളുണ്ടായിരുന്നു എന്ന് പറയുന്നത്, ഒരിടത്ത് 2 സഹോദരന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയാതെ. അതേസമയം ഈ കഥ പറഞ്ഞു വരുമ്പോൾ അവസാനം ഒരു ട്വിസ്റ്റ് ഉണ്ട്. ആ ട്വിസ്റ്റ് തിരിച്ചറിയാൻ നമുക്ക് കാത്തിരിക്കാം. 2 പുത്രന്മാരുണ്ടായിരുന്നു. 2 പുത്രന്മാർ. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഈ കഥ പറയാനൊരു സാഹചര്യം ലൂക്കാസ് ഇങ്ങനെയാണ് പറയുന്നത്. ഈ 15-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങളിൽ അവൻ, അതായത് യേശു, പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഫരിസയരും നിയമജ്ഞനും അത് കണ്ട് പെറുപെറുത്തു. പാപികളെ സ്വീകരിക്കുന്ന ഈശോ, പെറുപെറുക്കുന്ന ഫരിസയർ. ഇപ്പോൾ നമുക്കറിയാം പെന്തക്കോസ്തക്കാർ, യോഗപസാക്ഷികൾ, ദൈവസഭക്കാരൊക്കെ കത്തോലിക്കർ മുഴുവൻ പാപികളാണ്, അവർ പുരോഹിതന്മാർ പാപികളാണ്, മെത്രാന്മാർ പാപികളാണ്. സത്യം തന്നെ. അതുകൊണ്ട് അവരടുത്ത് കുമ്പസാരിക്കരുത്, അത് ശരിയല്ല. പാപികളെ തേടിയാണ് കർത്താവ് വന്നത്. പാപികളോട് കൂടിയാണ് അവൻ ഭക്ഷണം കഴിക്കുന്നത്, ഇപ്പോഴും കഴിക്കുന്നത്. വിശുദ്ധ കുർബാന നമ്മൾ എങ്ങനെയൊക്കെ കുമ്പസാരിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് കർത്താവുമായിട്ട് ഒന്നാകാനുള്ള യോഗ്യത ഏതെങ്കിലും തരത്തിലുണ്ടോ? നമ്മൾ ഒരു പാപമില്ലെങ്കിലും പരമപരിശുദ്ധനായ കർത്താവുമായിട്ട് ഒന്നാകാൻ നമുക്ക് എന്ത് യോഗ്യതയുണ്ട്? അപ്പം നമ്മൾ പാപികൾ തന്നെയാണ്. മാരകപാപമില്ലെങ്കിലും ലഘുപാപമില്ലെങ്കിലും നമ്മൾ പാപികൾ തന്നെയാണ്. പാപച്ചാച്ചിലേക്ക് തിരിഞ്ഞിരിക്കുന്നവർ തന്നെയാണ്. എന്നിട്ടും കർത്താവ് നമ്മളെ സ്വീകരിക്കുന്നു, നമ്മളോടൊപ്പം കഴിയുന്നു, നമ്മളുമായിട്ട് ഭക്ഷണം പങ്കുവെക്കുന്നു, നമ്മളുമായിട്ട് ഒന്നാകുന്നു. അന്ന് ചെയ്തത് ഇന്നും തുടരുന്നു കർത്താവ്. അത് കണ്ട് ഫരിസയരും നിയമജ്ഞരും പെറുത്തതുപോലെ പെന്തക്കോസ്തക്കാരും യഹോവസാക്ഷികളും ദൈവസഭക്കാരൊക്കെ പെറുപെറുക്കുന്നു. ഈ ചുങ്കക്കാരും പാപികളും ഒരു വശത്തും ഫരിസയരും നിയമജ്ഞരും മറുവശത്തും. ഇതാണ് 2 മക്കൾ. ഒരു മനുഷ്യൻ 2 പുത്രന്മാരുണ്ടായിരുന്നു പറയുമ്പോൾ ഈ 2 ഗണം ആളുകളെ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ 2 ഗണം മക്കൾ, അല്ല 2 പുത്രന്മാർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഈ കായേൻ, ആബേൽ, ഇസ്മായിൽ, ഇസഹാക്ക്, ഏസാവ്, യാക്കോബ്, ഇങ്ങനെ ഒരുപാട് 2 സഹോദരന്മാരുടെ കഥകളുണ്ട്. ആദ്യത്തെ സഹോദര ജോഡി നോക്കി, കായേൻ, ആബേൽ. കായേൻ ആബേലിനെ കൊന്നു, സഹോദരനെ കൊന്നു. അപ്പോൾ രക്തബന്ധം രക്തപാതകമായി. ദൈവസ്നേഹം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടുന്നില്ലെങ്കിൽ ഒരു സഹോദര ബന്ധവും ശുദ്ധമല്ല. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ അറിയാലോ, നമുക്ക് സ്വത്ത് സംബന്ധമായിട്ടും പണം സംബന്ധമായിട്ടും തർക്കങ്ങൾ നിലനിൽക്കുകയും ബന്ധങ്ങളൊന്നും തന്നെ ദൈവസ്നേഹത്തിൽ ശുദ്ധീകരിക്കപ്പെടാതെ നിൽക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ആ ബന്ധങ്ങളിലൊന്നും തന്നെ ആഴമില്ല, പ്രശ്നങ്ങളുണ്ട് താനും. എത്രയോ കൊലപാതകങ്ങൾ കലാശിക്കുന്നു. അപ്പോൾ ഈ ദൈവസ്നേഹം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടാത്ത ആങ്ങള പെങ്ങന്മാർ ബന്ധങ്ങൾ പോലും, സഹോദരി ബന്ധം പോലും ശുദ്ധമല്ലെന്നർത്ഥം. ഇളയവൻ അപ്പനോട് ഓഹരി ചോദിച്ചു. അപ്പൻ്റെ മരണത്തിന് മുമ്പ് സ്വത്ത് വീതം വെച്ച് കെട്ടണമെന്ന് വാശി പിടിക്കുന്നത് നാണക്കേടാണ്. പ്രഭാഷകൻ 33:23 പറയുന്നുണ്ട്.
എന്നാൽ ഇവിടെ അപ്പൻ മകൻ്റെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുക്കുന്നു, പിതൃസ്വത്ത് ഭാഗിച്ചു കൊടുക്കുന്നു. അപ്പൻ്റെ മനസ്കഥയാണിത്. എൻ്റെ മരണശേഷം നിനക്ക് അനുഭവിക്കാം എന്നൊന്നും പറഞ്ഞ് അപ്പൻ വാശി പിടിച്ചില്ല. മകന് സ്വാതന്ത്ര്യം കൊടുക്കണം അപ്പൻ. ഇളയ പുത്രൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അപ്പന് ഊഹിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവൻ്റെ വഴി തിരഞ്ഞെടുക്കട്ടെ എന്ന് അപ്പൻ അനുവദിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ദൈവം വിലങ്ങുതടിയാകുന്നില്ലെന്ന് ചുരുക്കം. അപ്പൻ സ്വത്ത് ഭാഗിച്ചെന്നാണ്. സ്വത്ത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ബിയോസ് എന്നാണ്. ഗ്രീക്കിൽ ബിയോസ്, ബയോളജി എന്ന വാക്ക് വരുന്നത് അതിൽ നിന്നാണ്. ബയോസ് അല്ലെ, ബയോ എന്നൊക്കെ പറയില്ലേ, ബിയോസ്. ജീവൻ എന്നും അർത്ഥമുണ്ട് അതിന്. ബയോളജി ജീവശാസ്ത്രം എന്ന് നമ്മൾ പറയണേ. ഈ സ്വത്ത് രണ്ടായി ഭാഗിച്ചപ്പോൾ വാസ്തവത്തിൽ അപ്പൻ്റെ ജീവൻ്റെ പകുതിയാണ് നഷ്ടപ്പെട്ടത്. ആ അപ്പൻ്റെ ജീവൻ്റെ പകുതിയാണ് ഇളയ മകൻ കൊണ്ടുപോയത്. പിതൃസ്വത്ത് എന്നും ഇതിനർത്ഥമുണ്ട് ഈ വാക്കിന്, ബിയോസ്. അതായത് യവന തത്വശാസ്ത്രത്തിൽ നമ്മൾ പറഞ്ഞ സത്ത, സാരാംശം, എസൻസ് എന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ബിയോസ്. നമ്മളൊരു വസ്തുവിൻ്റെ എസൻസ് എന്ന് പറയില്ലേ, സത്ത, സാരാംശം, അതിനുപയോഗിക്കുന്ന വാക്ക് ബിയോസ് ആണ്. അതായത് ഈ ഇളയ മകൻ ദുർവ്യയം ചെയ്തത്, ധൂർത്തടിച്ചത് വെറും സമ്പത്തല്ല, അവൻ്റെ അപ്പൻ്റെ സ്വത്താണ്, പിതൃസ്വത്ത്, പൈതൃകമാണ്. തന്നെ സാരാംശ സത്തയാണ് അവൻ അഴിഞ്ഞാടി ധൂർത്തടിച്ചത്. അവൻ ധൂർത്തടിച്ചത് തന്നെയാണെന്നർത്ഥം. അവൻ ധൂർത്തടിച്ചത് തന്നെയാണ്. ഈ സ്വത്തെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവനെല്ലാം ശേഖരിച്ച് ദൂരദേശത്തേക്ക് പോയി, വിദേശത്തേക്ക് പോയി. വിദേശം എന്നും നമ്മെ പ്രലോഭിപ്പിക്കും. വിദേശം സ്വർഗമാണെന്നാണ് നമ്മുടെ പലരുടെയും വിചാരം. നമ്മൾ പണ്ട് ഗൾഫിലേക്കായിരുന്നു, പിന്നെ യൂറോപ്പിലേക്കായി, ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെയാണ്. ഈ യൂറോപ്പിലുള്ളവർ അമേരിക്കയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അമേരിക്കയിലുള്ളവർ ചന്ദ്രനിൽ പോയാലെന്ന് ആലോചിക്കുന്നു. ഇങ്ങനെ ഈ വിദേശം എപ്പോഴും ഒരു പ്രലോഭനമാണ്. പിതാവിൻ്റെ ലോകത്തോടുള്ള ആന്തരികമായ പിണക്കവും ആ ലോകത്തിൽ നിന്നുള്ള വേർപാടുമാണ് ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. വിദേശത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് പിതാവിൻ്റെ ലോകത്തോടുള്ള ആന്തരികമായ പിണക്കം. പിതാവിൻ്റെ ലോകത്തോടുള്ള വേർപാട്. നിർവ്യാജമായി സ്വന്തമായതെല്ലാം ഒരാൾ ഉപേക്ഷിക്കുന്നതിലൂടെ ബന്ധത്തിനുള്ളിൽ തന്നെ വിള്ളൽ വീഴുകയാണ്. അപ്പനും മകൻ തമ്മിൽ വിള്ളൽ വീണ് കഴിഞ്ഞു. അത് സ്വത്ത് ഭാഗിച്ചപ്പോൾ മാത്രമല്ല, ഈ സ്വത്ത് വിറ്റ് പോകുന്നത് അപ്പനുമായിട്ട് ബന്ധമുണ്ടാകാതിരിക്കാനാണ്. തൻ്റെ പൈതൃകവും പിതൃസ്വത്തും മകൻ പാഴ്ചെലവിലൂടെ ധൂർത്തടിക്കുമ്പോൾ പിതാവുമായുള്ള ബന്ധമാണ് വിച്ഛേദിക്കുന്നത്, സഹോദരനുമായുള്ള ബന്ധമാണ് വിച്ഛേദിക്കുന്നത്. അവന് ജീവിതം അടിച്ചു പൊളിക്കണം, തനിച്ചാസ്വദിക്കണം, ഒന്നും അവശേഷിക്കാൻ ഇല്ലാതാവുന്നത് വരെ ജീവിതം ഊറ്റിക്കുടിക്കണം. അതാണ് അവനെ സംബന്ധിച്ചിടത്തോളം ജീവിതം. അടിച്ചു പൊളിക്കണം, അർമാദിക്കണം. അവൻ വീക്ഷിക്കുന്നതനുസരിച്ചുള്ള ജീവിതത്തെ അതിൻ്റെ സമൃദ്ധിയിൽ തന്നെ, അർമാദിക്കാന്ന് പറഞ്ഞല്ലോ, സമൃദ്ധിയിൽ തന്നെ ജീവിക്കാൻ അവൻ തീരുമാനിക്കുന്നു. ഒരു പ്രമാണത്തിനും ഒരു അധികാരത്തിനും വിധേയനാകാൻ അവൻ ഇഷ്ടമല്ല, അനുസരിക്കാൻ അവൻ തയ്യാറല്ല. നിയന്ത്രണങ്ങളില്ലാത്ത പരിപൂർണ സ്വാതന്ത്ര്യമാണ് അവന് വേണ്ടത്. അവന് വേണ്ടി മാത്രം ജീവിക്കാൻ തീരുമാനിക്കുന്നു. അവന് വേണ്ടി മാത്രം ജീവിക്കാൻ തീരുമാനിക്കുന്നു. മറ്റാർക്കും അവൻ്റെ മേൽ അവകാശവാദങ്ങൾ അവൻ അനുവദിക്കുന്നില്ല. ഇല്ലേ, മറ്റാർക്കും എൻ്റെ മേൽ അവകാശവാദമില്ല. അതാണ് അവൻ്റെ ജീവിതത്തിൻ്റെ ഈ ഘട്ടത്തിൽ അവൻ്റെ പ്രമാണം. അവൻ ജീവിതം ആസ്വദിക്കുന്നു. തനിക്ക് പൂർണ്ണമായും സ്വയംഭരണാവകാശം കിട്ടിയെന്ന് അവന് തോന്നുന്നു. ദൈവത്തിനെതിരെയും ദൈവപ്രമാണങ്ങൾക്കെതിരെയുമുള്ള ആധുനിക മനുഷ്യൻ്റെ കലഹവും കലാപവും ഇവിടെ പ്രതിബിംബിക്കുന്നു. കൂട്ടത്തിൽ പറയട്ടെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഇതേ ധൂർത്തപുത്രൻ്റെ അവസ്ഥയിലാണ്. അതായത് അവർക്ക് മെത്രാന്മാർക്ക് അവരുടെ മേലുള്ള അവകാശവാദങ്ങളൊന്നും തന്നെ അവർ അനുവദിക്കുന്നില്ല. അവർക്ക് ജീവിതം ആസ്വദിക്കണം, പൂർണ്ണമായും സ്വയംഭരണാവകാശം, സ്വതന്ത്ര സഭ, ഏകം സ്വതന്ത്ര സഭ എന്നാണ് അവർ പറയണേ. ദൈവത്തിനെതിരെയും ദൈവപ്രമാണങ്ങൾക്കെതിരെയുമുള്ള ഈ വിമത വൈദികരുടെയും അൽമായ മുന്നേറ്റക്കാരുടെയും കലാപം ഈ കഥയിലുണ്ട്, ഈ ധൂർത്തപുത്രൻ്റെ ഇളയ മകൻ്റെ കഥയിലുണ്ട്. നാം എന്തിനെ ആശ്രയിച്ച്, ആരെ ആശ്രയിച്ച് ജീവിച്ചുവോ അവനെ ഉപേക്ഷിച്ച്, ദൈവത്തെ ഉപേക്ഷിച്ച് അളവുകളും അതിരുകളുമില്ലാത്ത സ്വാതന്ത്ര്യം കിട്ടാനുള്ള തന്നിഷ്ടമാണ് ധൂർത്തപുത്രൻ ചെയ്തത്. ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചരിത്രപരമായൊരു വീക്ഷണത്തിൽ പ്രവാസത്തിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്ത ഇസ്രായേലിനെ ധൂർത്തപുത്രൻ പ്രതിനിധാനം ചെയ്യുന്നു. ഈ സോളമൻ അല്ലെങ്കിൽ ഷലോമോൻ എന്ന് പറയുന്ന രാജാവിൻ്റെ ഭരണകാലം കഴിഞ്ഞപ്പോൾ രാജ്യം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഈ ഉപമയിൽ രണ്ട് മക്കളെ പോലെ വടക്കൻ രാജ്യം ഇസ്രായേൽ, തെക്ക് യഹൂദ. 8-ാം ശതാബ്ദത്തിൽ അസീറിയക്കാർ വന്ന് വടക്കൻ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തി. പിന്നെ 6-ാം നൂറ്റാണ്ടിൽ
ബാബിലോണിയക്കാർ വന്ന് തെക്കൻ ദേശത്തെ കീഴ്പ്പെടുത്തി. അങ്ങനെ 2 മക്കളും ധൂർത്തപുത്രന്മാരായി. ചിതറിപ്പോയ ഇസ്രായേലരെ ഒരുമിച്ച് കൂട്ടാനും അവരെ പുത്രത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാനും യേശു വന്നു. എഫ്രായിം എന്ന ഇസ്രായേൽ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നുണ്ട്. യഹൂദയുടെ സഹോദരപുത്രനും 12 ഗോത്ര ഇളയ പുത്രനുമാണ് എഫ്രായിം. എഫ്രായിം ഹോശയ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ എഫ്രായിം പശ്ചാത്തപിക്കുന്നുണ്ട്. പശ്ചാത്തപിച്ച ധൂർത്തപുത്രനെയാണ് ഈ പിതാവ് സ്വീകരിക്കുന്നത്. പശ്ചാത്തപിക്കാത്ത ധൂർത്തപുത്രനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നത് സുറിയാനി മെത്രാന്മാർ മാത്രമാണ്. ഈ പിതാവിൻ്റെ നിയന്ത്രണങ്ങളെല്ലാം വിട്ട് ഒരു പ്രമാണം അനുസരിക്കില്ല, ഒരു ആര്യം അനുസരിക്കില്ല എന്ന വാശി പിടിച്ച് ധൂർത്തപുത്രൻ പോയി. അങ്ങനെ 2 ദുരിതങ്ങൾ ഈ ധൂർത്തപുത്രൻ നേരിടേണ്ടി വന്നു. ഒന്ന്, സ്വന്തം കുറ്റത്താൽ അവൻ പണം ധൂർത്തടിച്ചു, പിതൃസ്വത്ത് മുഴുവൻ ധൂർത്തടിച്ചു. 2, അവിടെ ഒരു ക്ഷാമമുണ്ടായി ആ നാട്ടിൽ, വിദേശത്ത്. അവൻ്റെ ദാരിദ്ര്യാവസ്ഥയെ അത് പരിതാപകരമായ അവസ്ഥയിലെത്തിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു. ഒരിക്കൽ പരിപൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നവൻ ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള അടിമയായി മാറിയിരിക്കുന്നു. പന്നികളെ മേയ്ക്കുന്നവൻ. അതുകൊണ്ടാണ് ദൈവത്തെങ്കിലേക്ക് തിരിയാൻ പറ്റാത്തത്. പന്നികൾ കീഴ്പോട്ട നോക്കുന്നത്, ദൈവത്തെങ്കിലേക്ക് നോക്കാൻ പറ്റില്ലല്ലോ. പന്നികൾ കീഴ്പോട്ട നോക്കുള്ളൂ. അതാണ് ഈ വിമത വൈദികർക്കും അൽമായ മുന്നേറ്റക്കാർക്കും സംഭവിച്ചിരിക്കുന്നത്. അതായത് സഭയിലായിരിക്കുമ്പോൾ പരിപൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അവർ ഏകം സഭ സ്വതന്ത്ര സഭ എന്നൊക്കെ പറഞ്ഞ് പോയപ്പോൾ പന്നികളെപ്പോലെ കീഴ്പോട്ട് നോക്കുകയും ദൈവത്തെങ്കിലേക്ക് നോക്കാൻ പറ്റാതെ വരികയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെ ഭവനവുമായിട്ട് അവർ ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നു. പന്നികളെ മേയ്ക്കുന്നവരെ മാറിയിരിക്കുന്നു. പന്നികൾ കൊടുക്കുന്ന തവിടെങ്കിലും തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവനപ്പോൾ ആശിച്ചു പോകുന്നു. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ വിമത വൈദികർക്ക് വന്നിട്ടില്ല. കാരണം പാവപ്പെട്ട വിശ്വാസികൾ, സത്യവിശ്വാസികൾ, സഭാമക്കൾ ഇപ്പോഴും നേർച്ചപ്പെട്ടിൽ പണമിടുന്നു. വൈദികർ പറഞ്ഞ പണമൊക്കെ കൊടുക്കുന്നു. അതുകൊണ്ട് തിന്നുകുടിച്ച് ആർമാദിക്കാൻ അവർക്ക് ഇപ്പോഴും കഴിയുന്നു. പന്നികളെ പോലെയാണെങ്കിലും അവർക്ക് പട്ടിണിയില്ല. തോന്നിയാസം പോലെ ജീവിക്കാനുള്ള ദുസ്വാതന്ത്ര്യമായി സ്വാതന്ത്ര്യത്തെ കരുതുന്നവർ അസത്യത്തിലും നുണയിലുമാണ് ജീവിക്കുന്നത്. ഇത് ബെനഡിക്ട് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. തോന്നിയാസം പോലെ ജീവിക്കാനുള്ള ദുസ്വാതന്ത്ര്യമായി സ്വാതന്ത്ര്യത്തെ കരുതുന്നവർ അസത്യത്തിലും നുണയിലുമാണ് ജീവിക്കുന്നത്. തന്നിഷ്ടം പോലെ ജീവിക്കുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് കരുതുന്നവർ മൂഢലോകത്തിലാണ് ജീവിക്കുന്നത്. ഈ എറണാകുളത്ത് എപ്പോഴും കേൾക്കുന്ന എന്താണ്? അനുസരണം അന്ധമായ അനുസരണമല്ല. പക്ഷെ നിങ്ങൾ അനുസരിക്കുന്നേയില്ല. അതായത് നിങ്ങൾ തന്നിഷ്ടം പോലെ ജീവിക്കുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് കരുതുന്നു. അത് മൂഢലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. മറ്റുള്ളവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും തനിക്കുള്ളത് പങ്കുവെച്ചെടുക്കപ്പെട്ട അസ്തിത്വത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമെന്നും അവർ തിരിച്ചറിയണം. സഭയിൽ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ മറ്റെല്ലാവർക്കുള്ള സ്വാതന്ത്ര്യം പോലെയാണ്. എനിക്ക് മാത്രമല്ല സ്വാതന്ത്ര്യം, മറ്റുള്ളവർക്കുമുണ്ട്. അപ്പോൾ പങ്കുവെച്ചെടുക്കപ്പെട്ട സ്വാതന്ത്ര്യമേ മനുഷ്യനുള്ളൂ. സഭയിൽ അങ്ങനെ തന്നെയാണ്, സമൂഹത്തിൽ അങ്ങനെ തന്നെയാണ്. എല്ലാവരും ഇല്ലേ, 1 വേയിൽ ട്രാഫിക് അങ്ങ് പോകുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് വരാമോ? ഇന്ത്യയിൽ അത് നടക്കുന്നുണ്ട്. എന്നാലും അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകണം, ഇതെൻ്റെ 1 വേ ആക്കിയത്, എനിക്ക് തോന്നിയ പോലെ ജീവിക്കണം എന്ന് പറഞ്ഞ് ശരിയാകുമോ? നമുക്ക് ആ സ്വാതന്ത്ര്യം ഉള്ളതുപോലെ അവർക്കും സ്വാതന്ത്ര്യമുണ്ട്. ഇതിനെയാണ് പങ്കുവെച്ചെടുക്കപ്പെട്ട സ്വാതന്ത്ര്യം എന്ന് പറയണേ. അപ്പോൾ തോന്നിയാസം പോലെ ജീവിക്കുന്നതല്ല സ്വാതന്ത്ര്യം. മനുഷ്യ സ്വഭാവം നൈസർഗികമായി ദിശയുള്ളതാണ്. ദിശയുള്ളത് കൊണ്ട് തന്നെ നിയമങ്ങളുണ്ട്, ദിശയുണ്ട്, ലക്ഷ്യമുണ്ട്. ലക്ഷ്യമില്ലാത്തവർക്കാണ് സ്വാതന്ത്ര്യം തോന്നിയാസാകുന്നത്. ലക്ഷ്യമുള്ളവർക്ക് സ്വാതന്ത്ര്യം തോന്നിയാസമല്ല, നിയമങ്ങളും കൂടിയുണ്ട് അവിടെ. ഈ നേർദിശയോടും അതിലേക്ക് നയിക്കുന്ന നിയമങ്ങളോടും ആന്തരികമായി സമരസപ്പെടുന്നതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. വ്യാജമായ സ്വയംഭരണാവകാശം അടിമത്തത്തിലേക്ക് നയിക്കുന്നു. അതിനേറ്റവും വലിയ തെളിവാണ് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭ. സ്വയംഭരണം കിട്ടിയപ്പോൾ അടിമത്തത്തിലേക്കാണ് നമ്മൾ പോയത്. പന്നി അശുദ്ധ മൃഗമാണ് യഹൂദർക്ക്, ലേവ്യരുടെ പുസ്തകം 11-ാമത്തെ അധ്യായം. അതിനാൽ മനുഷ്യൻ്റെ അങ്ങേയറ്റത്തോളം എത്തുന്ന അന്യവൽക്കരണത്തിൻ്റെയും പരമദാരിദ്ര്യത്തിൻ്റെയും പ്രകാശനമാണ് പന്നിമേക്കൽ. പണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നവൻ ഇപ്പോൾ നികൃഷ്ടനായ അടിമയായിരിക്കുന്നു. അപ്പോൾ അവൻ തന്നിലേക്ക് തന്നെ വന്നു. ഒരു തിരിച്ചറിവ്. ഈ ബന്ധുവിൽ, എല്ലാം നഷ്ടപ്പെട്ട ബന്ധുവിൽ ഒരു തിരിച്ചറിവ്, മാനസാന്തരം ഉണ്ടാകുന്നു. താൻ സ്വയം നഷ്ടപ്പെട്ടവനാണെന്ന് ധൂർത്തപുത്രൻ തിരിച്ചറിയുന്നു. തൻ്റെ വീട്ടിൽ തനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നുവെന്ന് അയാൾ കണ്ടെത്തുന്നു. തൻ്റെ പിതാവിൻ്റെ പരിചാരകർക്ക് പോലും, കൂലിക്കാർക്ക് പോലും തനിക്കിവിടെയുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. താൻ പൂർണ്ണമായും സ്വതന്ത്രനായി എന്ന് കരുതിയ അവസ്ഥ സത്യത്തിൽ അടിമത്തമായിരുന്നുവെന്ന തിരിച്ചറിവിലേക്ക് അയാൾ ചുവട് വയ്ക്കുകയാണ്.
അവന് സുബോധമുണ്ടായി എന്നാണ് ഭാഷപ്പെടുത്തുന്നത് പലപ്പോഴും. അവൻ തന്നിലേക്ക് തന്നെ വന്നു എന്നാണ് ആക്ഷരികം. അവൻ തന്നിലേക്ക് തന്നെ വന്നു. നമ്മൾ നേരത്തെ കണ്ടു, വിദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഇല്ലേ, ധൂർത്തടിച്ചെന്ന് പറഞ്ഞാൽ അവൻ തന്നെ തന്നെ ധൂർത്തടിച്ചെന്നാണ്. തന്നെ തന്നെ സ്വത്വത്തെയാണ് അവൻ നഷ്ടപ്പെടുത്തിയതെന്നാണ്. ഇപ്പോൾ അവൻ തന്നിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ സുബോധമുണ്ടായി എന്ന് പറഞ്ഞാൽ അവൻ തന്നിലേക്ക് തന്നെ വന്നു. അപ്പൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോയപ്പോൾ അവൻ തന്നിൽ നിന്ന് തന്നെയാണ് പുറപ്പെട്ടു പോയത്. സീറോ മലബാർ സഭയുടെ നിയമങ്ങൾ അനുസരിക്കാതെ വിമത വൈദികർ പുറപ്പെട്ടു പോകുമ്പോൾ, അൽമായ മുന്നേറ്റക്കാർ പുറപ്പെട്ടു പോകുമ്പോൾ അവർ തങ്ങളുടെ സ്വത്വത്തിൽ നിന്നാണ് പുറപ്പെട്ടു പോകുന്നത്. അവരടിമയാകുകയാണ്. ആ അടിമത്തം മാറണമെങ്കിൽ അവർ തന്നിലേക്ക് തന്നെ വരണം, സുബോധം വരണം. ഈ സുബോധം അവർക്ക് വരാത്തത് കൊണ്ടാണ് അവർ ചേർത്ത് പിടിക്കുന്നത് ഈ ഘട്ടത്തിൽ അപകടമാണെന്ന് പറയുന്നത്. അവർക്ക് തിരിച്ചറിവുണ്ടായിട്ടില്ല, സുബോധമുണ്ടായിട്ടില്ല, മാനസാന്തരം വന്നിട്ടില്ല. അവർ പന്നിക്കൂട്ടിൽ കഴിയുകയാണ്. അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച് ഓർത്തപ്പോഴാണ് ധൂർത്തപുത്രന് സുബോധമുണ്ടായത്, തന്നിലേക്ക് തന്നെ വന്നത്. ഈ ഒരു തിരിച്ചറിവ് ഇത് വിമത വൈദികർക്കോ അൽമായ മുന്നേറ്റക്കാർക്കോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചാൽ പന്നികളെ ചേർത്ത് പിടിക്കും തുല്യമാകും. നമ്മൾ ചെളിക്കുണ്ടിലേക്ക് പോകുന്നതല്ലാതെ പന്നികൾ ഇങ്ങോട്ട് വരില്ല, ദൈവത്തെങ്കിലേക്ക് തിരിയില്ല. പന്നികളെ പോലെ കീഴ്പോട്ടേ നോക്കൂ. അപ്പോൾ കാണുന്നത് ദൈവത്തെയല്ല. ദൈവത്തെ കാണാതെയാണ് അവർ ബലിയർപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ബലിപീഠത്തിലെ ഇല്ലേ, ഞാൻ കർത്താവിനെ നേരിട്ട് കണ്ടുന്ന പ്രാർത്ഥന അവർക്ക് ചൊല്ലാൻ കഴിയില്ല. കാരണം ദൈവത്തെ അല്ല കാണുന്നത്, മനുഷ്യർ നോക്കുകയാണ്. ആരാണ് നേരം വൈകി വന്നത്, ആരാണ് അങ്ങോട്ട് നോക്കുന്നത്, ആരാണ് ഇങ്ങോട്ട് നോക്കുന്നത്. ഇങ്ങനൊരു മാനേജറായിട്ടാണ് അച്ഛൻ നിൽക്കുന്നത് ജനാഭിമുഖ കുർബാനയിൽ. അവിടെ പുരോഹിതനായിട്ടല്ല നിൽക്കുന്നത്, കർത്താവിലല്ല നിൽക്കുന്നത്. ഒരു മാനേജർ കണ്ണുരുട്ടി കാണിച്ചു ഗായക സംഘത്തോട്, നേരം വൈകി വരുന്നവരോട് ഇല്ലേ അവരെ ചീത്ത പറഞ്ഞു. ഇങ്ങനെ ഒരു പ്രാർത്ഥനയിലും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ഈ കീഴ്പോട്ട് നോക്കി പന്നികളെപ്പോലെ ചെളിക്കൊണ്ടിൽ കിടക്കുകയാണ് വൈദികൻ. ദൈവത്തിങ്കിലേക്ക് തിരിയാനുള്ള മനസ്സില്ല. അതുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിച്ചാൽ നമ്മൾ പന്നികളായിട്ട് മാറും. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നികൃഷ്ടനായ അടിമയാകുന്നതിന് തുല്യമാണ് ഈ പന്നിയാകുക എന്ന് പറഞ്ഞാൽ. ദൂരെയുള്ള ദേശം എന്ന പ്രയോഗം പോലെ തന്നെ ഈ വാക്യവും തത്വദർശനത്തിൻ്റെ കണ്ണിലൂടെയാണ് സഭാപിതാക്കന്മാരെ വീക്ഷിച്ചത്. സ്വന്തം ഭവനത്തിൽ ദൂരെയായിരിക്കുമ്പോൾ, തൻ്റെ തന്നെ ഉത്ഭവ സ്ഥലത്തും ദൂരെയായിരിക്കുമ്പോൾ അയാൾ തന്നിൽ തന്നെ അകന്നു പോവുകയാണ്. തന്നിൽ നിന്ന് തന്നെ വളരെ ദൂരെയായി അലഞ്ഞു നടക്കുകയായിരുന്നു ഈ ധൂർത്തപുത്രൻ. തൻ്റെ അസ്തിത്വത്തിൻ്റെ സത്യത്തിൽ നിന്ന് വളരെ ദൂരെയായി ജീവിക്കുകയായിരുന്നു അവൻ. എന്നാൽ ഇപ്പോൾ അവൻ തന്നിലേക്ക് തന്നെ കാലെടുത്ത് വെച്ചു. ഈ തിരിച്ചറിവാണ് അവൻ്റെ ഹൃദയത്തിലെ മാറ്റം. താൻ സത്യമായും അന്യദേശത്തേക്കാണ് പോയതെന്നും അവിടെയാണ് അലഞ്ഞു നടന്നതെന്നും അതുകൊണ്ടാണ് താൻ തീർത്തും അന്യാധീനപ്പെട്ട് പോയതെന്നും ഈ അന്യാധത്വം അനുഭവിക്കുന്നതെന്നും അവൻ തിരിച്ചറിയുന്നു. ഈ തിരിച്ചറിവിലാണ് അവന് മാനസാന്തരത്തിൻ്റെ ആദ്യപടി നാം കാണുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ തിരിച്ചറിവ് വരുമ്പോൾ അവനൊരു റിഹേഴ്സൽ നടത്തുകയാണ്. ഞാൻ അപ്പൻ്റെ വീട്ടിൽ പോകും, അപ്പനോട് ഇങ്ങനെ പറയും, എന്നാലും പറഞ്ഞാൽ അവൻ റിഹേഴ്സൽ നടത്തുക. നമ്മൾ അപ്പനുമായി സംസാരിക്കാൻ റിഹേഴ്സൽ നടത്താറുണ്ടോ? സ്പോണ്ടേനിയസ് ആയിട്ടല്ലേ പറയുക, സ്വയം പ്രേരിതമായിട്ട്. പക്ഷേ ചിലപ്പോൾ റിഹേഴ്സൽ വേണ്ടി വരും. എപ്പോഴാണ്? ബന്ധത്തിൽ വിള്ളലുണ്ടെങ്കിൽ അപ്പൻ അങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറയാം എന്നൊക്കെ നമ്മൾ റിഹേഴ്സൽ ചെയ്യും. ഇവൻ ഒരു റിഹേഴ്സൽ നടത്തുകയാണ്. പുത്രൻ്റെ നഷ്ടബോധം വളരെ തീക്ഷ്ണമാണെന്നർത്ഥം. അവൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന തിരിച്ചറിവ് പിതാവിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നു. സ്വന്തം ഹൃദയത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ അവന് കഴിഞ്ഞില്ല. മകൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്തെന്ന് കാണാൻ സൂചന നൽകുന്ന വടക്ക് നോക്കി യന്ത്രമാണ് അപ്പൻ. യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് കാണാൻ സൂചന നൽകുന്ന വടക്ക് നോക്കുന്ന യന്ത്രമാണ് അപ്പൻ്റെ സ്നേഹം. വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ പിതാവിനോട് പറയാനായി അവൻ ഒരുക്കുന്ന പ്രസംഗം അവനിപ്പോൾ നടത്തുന്നത് ആന്തരിക തീർത്ഥയാത്രയുടെ പൂർണ്ണമായ പ്രാപ്തവ്യാപ്തി വെളിപ്പെടുത്തുകയാണ്. അങ്ങനെ റിഹേഴ്സലെല്ലാം കഴിഞ്ഞ് അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ വീട്ടിലേക്ക് പോയി, അപ്പൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ്. തൻ്റെ ഭവനത്തിലേക്ക് ധൂർത്തപുത്രൻ തിരിച്ചു വരികയാണ്. അവൻ തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ അപ്പനോട് എന്ത് പറയണമെന്ന ചിന്തയായിരുന്നു. പശ്ചാത്താപത്തിൻ്റെ തിരകൾ മനസ്സിൽ ഓളം വെട്ടുകയാണ് അവൻ്റെ മനസ്സിൽ. കാരണം അവൻ്റെ വ്യക്തിത്വത്തെ മുഴുവൻ ആടിയുലച്ച കയത്തിലേക്കാണ് അവൻ വീണുപോയത്. പല മരുഭൂമികൾ താണ്ടി താൻ തന്നിലേക്ക് തന്നെയും തൻ്റെ പിതാവിലേക്കും വന്നുകൊണ്ടിരിക്കുന്നതാണ്
ഈ പിതൃഭവനത്തിലേക്കുള്ള അവൻ്റെ തിരിച്ചുവരവ്. തൻ്റെ അസ്തിത്വത്തിൻ്റെ സത്യത്തിലേക്കുള്ള തീർത്ഥയാത്രയിലാണ് അവൻ. അതിനെയാണ് ഭവനത്തിലേക്കുള്ള മടങ്ങിവരവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതാണ് മാനസാന്തരം. ആ മാനസാന്തരത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന സഹനത്തിൻ്റെയും ആന്തരിക ശുദ്ധീകരണത്തിൻ്റെയും ആഴം എത്രയെന്ന് നാം ഭാവനയിൽ കാണണം. ഈ ഒരു തിരിച്ചുവരവ്, ഈ സുബോധം വരികയും അപ്പനടുത്ത് പോകാൻ തീരുമാനിക്കുകയും അങ്ങനെ അപ്പനടുത്ത് പോവുകയും ചെയ്തു. ആ ഘട്ടങ്ങൾ ഇതൊന്നും വിമത വൈദികരിൽ ഉണ്ടായിട്ടില്ല, അൽമായ മുന്നേറ്റക്കാരിൽ ഉണ്ടായിട്ടില്ല. അവർ അപ്പനെ വലിച്ചഴിച്ച് പന്നിക്കൂട്ടിലേക്ക് കൊണ്ടുപോകുകയാണ്. ഇവിടെയാണ് ഈ ധൂർത്തപുത്രൻ്റെ കഥ വ്യാഖ്യാനിക്കുന്നതിൽ സുറിയാനി മെത്രാന്മാർക്ക് തെറ്റുപറ്റിയത്. മകൻ അപ്പൻ്റെ വീട്ടിലേക്ക് വരികയാണ്. ദൂരെ വെച്ച് തന്നെ അപ്പൻ മകനെ കണ്ടു. ദൂരെ വെച്ച് കാണുന്നു. അതായത് ഈ അപ്പൻ വഴിയിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അന്ന് മുതൽ വഴിയിലേക്ക് നോക്കിയിരിക്കുക. അതുകൊണ്ട് ദൂരെ വെച്ച് തന്നെ കാണുന്നത്. മകനെ സ്വീകരിക്കാനായി അപ്പൻ ഇറങ്ങിച്ചെല്ലുകയാണ്. ഇതൊരു ഇല്ലേ, അപ്പൻ ഓടുകയാണ് വഴിയിലൂടെ. ദൂരെ വെച്ച് തന്നെ മകനെ കണ്ട് അപ്പൻ ഓടുകയാണ്. കുട്ടികൾ നമ്മൾ പള്ളികത്ത് ഓടിയാൽ അത് സാരമില്ല, കുഞ്ഞുങ്ങൾ അത് നമുക്ക്. കാരണന്മാർ ഓടിയാലോ അതൊരു നാണക്കേടാണ്. വഴിയിൽ കുട്ടികൾക്ക് ഓടാം, കാരണന്മാർ ഓടുമോ? ഇല്ല. അല്പം ഒരു നാണക്കേടുണ്ട് അതിനകത്ത്. പിന്നെ എന്തിനാ ഈ അപ്പം ഈ നാണക്കേടും എടുത്തുകൊണ്ട് ഈ റോട്ടിലൂടെ ഓടുന്നത്? പഴയ നിയമത്തിൽ അവസാനത്തെ വാചകം എന്താണെന്നറിയാമോ? മലാക്കിയുടെ പുസ്തകത്തിൽ അവസാനത്തെ വാചകം ഇരട്ട മാനസാന്തരത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പിതാക്കന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്കും മക്കളുടെ ഹൃദയത്തെ പിതാക്കന്മാരിലേക്കും തിരിക്കുക. ഈ ദൗത്യവുമായിട്ടാണ് ഈ സ്നാപയോഹന്നാൻ വന്നത്. അതുകൊണ്ട് സംഭവിക്കുക ദൈവപിതാവിന് മാനസാന്തരം വരികയാണ്. അതാണ് ഈ പിതാവിൻ്റെ കഥയിൽ പറയുന്നത്. ദൈവത്തിന് മാനസാന്തരം വരുമോ? അതെന്താ അച്ഛൻ പറയുന്നത്? ദൈവപിതാവ് മോശം ജീവിതം നയിക്കുകയായിരുന്നോ? മാനസാന്തരത്തിന് പല അർത്ഥങ്ങളുണ്ട്. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് വരുന്നത് മാനസാന്തരമാണ് അല്ലേ? ക്രിസ്ത്യാനിയാകുന്നതും മതപരിവർത്തനം എന്ന് പറഞ്ഞാലും മാനസാന്തരമാണത്. പിന്നെ മോശം ജീവിതത്തിൽ നിന്ന് നല്ല ജീവിതത്തിലേക്ക് വരുന്നത് മാനസാന്തരമാണ്. ചെറിയ സ്നേഹത്തിൽ നിന്ന് വലിയ സ്നേഹത്തിലേക്ക് തിരിയുന്നതും മാനസാന്തരമാണ്. ഈ മകൻ വീട്ടിലുണ്ടായിരുന്നപ്പോൾ അപ്പൻ സ്നേഹിച്ചിരുന്നു, പക്ഷെ മകനത് തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് പോയത്. ഇപ്പം മകൻ തിരിച്ചു വരികയാണ്. മുൻപ് മകനെ സ്നേഹിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയാണ് അപ്പൻ. അത് കാണിക്കുകയാണ് ആ സ്നേഹത്തിൻ്റെ പ്രകാശനമാണ് ഈ ഓട്ടം. ഇനി അവൻ തിരിച്ചു പോകരുത്, ഇനി അവൻ മടങ്ങിപ്പോകരുത്. മുമ്പ് സ്നേഹിച്ചിരുന്നതിനേക്കാൾ താനിപ്പോൾ അവനെ സ്നേഹിക്കുന്നു എന്നുള്ള ആ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അപ്പൻ. അതായത് ചെറിയ സ്നേഹത്തിൽ നിന്നും വലിയ സ്നേഹത്തിലേക്ക് തിരിയുകയാണ് അപ്പൻ. അപ്പന് മാനസാന്തരം വരികയാണ്. പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കുന്ന ഇരട്ട മാനസാന്തരമാണ് നടക്കുന്നത്. കാണുന്നു, അവനെങ്ങനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാണ്. അപ്പോൾ മകൻ അവൻ്റെ കുമ്പസാരം ഏറ്റുപറയാണ്. കുമ്പസാരം പറയുമ്പോൾ ഇല്ലേ, അപ്പ നിനക്കെതിരെയും സ്വർഗത്തിനെതിരെ ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. പിന്നെ ഒരു വാചകം കൂടി അവൻ തയ്യാറാക്കിയിരുന്നു, നിന്റെ കൂലിക്കാരിൽ ഒരാളെ എന്നെ കണക്കാക്കണേ. അത് പറയാനായിട്ട് മകൻ പറയാനായിട്ട് അപ്പൻ കൂട്ടാക്കിയില്ല. അതിനു മുമ്പ് ചാടിക്കയറി പറഞ്ഞു, വേഗം, പെട്ടെന്ന്, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് അവൻ അണിയിക്കുവൻ. അതായത് അപ്പൻ മകൻ്റെ റിഹേഴ്സലിലുള്ള 3 കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ പറയാൻ അപ്പൻ സമ്മതിച്ചുള്ളൂ. നിന്റെ കൂലിക്കാരിൽ ഒരാളായി എന്നെ കരുതണമേ എന്നുള്ള വാചകം പറയാൻ അപ്പൻ മകനെ സമ്മതിച്ചില്ല. അതിനു മുമ്പ് അപ്പൻ ഇടയ്ക്ക് കയറി സംസാരിച്ചു. ഈ മകൻ്റെ ഈ കുമ്പസാരം അത് പിതാവ് കേൾക്കുന്നുണ്ട്. മുഴുവൻ പൂർത്തിയാക്കാൻ നിന്നില്ലെങ്കിലും കേൾക്കുന്നുണ്ട്. അവൻ നടത്തിയ ആന്തരിക തീർത്ഥയാത്ര ആ ഏറ്റുപറച്ചിലിൽ പിതാവ് കാണുന്നുണ്ട്. അവൻ്റെ കണ്ണുകൾ കണ്ണീരിൽ നിറഞ്ഞിരിക്കുന്നുവെന്ന് അപ്പൻ കാണുന്നുണ്ട്. ആ കണ്ണീര് എവിടേക്കും വീഴുന്നില്ലെങ്കിലും അത് അപ്പനറിയാം. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ പാദം തൻ്റെ മകൻ കണ്ടെത്തി കഴിഞ്ഞുവെന്ന് പിതാവ് മനസ്സിലാക്കുന്നു. അതിനാൽ കുമ്പസാരം കഴിയുന്നത് വരെ ആ പിതാവ് കാത്തു നിൽക്കുന്നില്ല. അയാൾ മകനെ കെട്ടിപ്പിടിച്ചു, തെരുതരാ ചുംബിച്ചു. വലിയ ആഘോഷത്തിന് ഒരു വിരുന്ന് തയ്യാറാക്കാൻ കൽപ്പന കൊടുത്തു. തൻ്റെ സ്വത്തുമായി കടന്നു കളഞ്ഞ മകൻ മൃതനായിരുന്നുവെന്നും ഇപ്പോൾ തിരിച്ചെത്തിയപ്പോൾ മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ജീവിച്ചിരിക്കുന്നു എന്നുമാണ് ആ വിരുന്ന് ആഘോഷം നടത്താനായിട്ട് ന്യായമായി പിതാവ് പറഞ്ഞത്. ഈ അപ്പൻ മകനെ ചുംബിച്ചു എന്ന് പറയുന്നുണ്ട്. ഈ തെരുതരാ ചുംബിച്ചെന്നാണ് ശരിക്കും അർത്ഥം. വാത്സല്യത്തോടെ ചുംബിച്ചു, ആവർത്തിച്ച് ചുംബിച്ചു എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത് ഈ അപ്പനെങ്ങനെ 2 കൈ കൊണ്ടും മകനെങ്ങനെ കെട്ടിപ്പിടിച്ചല്ലോ, ആ 2 കൈകളാണ് പുത്രൻ എന്നാണ്. ഈ എല്ലാ ഉപമയും ഈശോയെക്കുറിച്ചുള്ള ഉപമയാണ്. ഈ ഉപമയിൽ എവിടെയാണ് ഈശോ എന്ന ആൾക്കാർ ചോദിക്കാം. അപ്പനേ ഉള്ളൂ, പുത്രനില്ല. ഈ ധൂർത്തപുത്രനുണ്ട്, പക്ഷെ അപ്പൻ്റെ ഈ ദൈവപിതാവിൻ്റെ ശരിക്കുള്ള പുത്രൻ ക്രിസ്തു അവനെവിടെയാണ്? അപ്പോൾ അഗസ്തീനോസ് പറഞ്ഞത് ഈ പിതാവ് മക്കളെ കെട്ടിപ്പിടിക്കുന്നത്, അപ്പൻ ആ ധൂർത്തപുത്രനെ കെട്ടിപ്പിടിക്കുന്ന ആ 2 കൈകളാണ്
ഈ ക്രിസ്തുവിൻ്റെ കൈകളെന്നാണ്, ക്രിസ്തുവെന്നാണ്. ക്രിസ്തുവിലാണ് മനുഷ്യവംശത്തെ ദൈവപിതാവ് കെട്ടിപ്പിടിച്ചത്. ഇപ്പോഴും അത് തുടരുകയാണ് കുർബാനയിൽ. ഞാൻ ആവർത്തിക്കുക, ദൈവപിതാവ് തൻ്റെ പുത്രനിലാണ് മനുഷ്യവംശത്തെ കെട്ടിപ്പിടിച്ചത്. പുത്രൻ മനുഷ്യനായി. ആ മനുഷ്യനായ പുത്രൻ അപ്പമായി. എന്തിനാ? ലോകത്തുള്ള സകലരെയും കെട്ടിപ്പിടിക്കാൻ വേണ്ടി, അവരുമായിട്ട് ഒന്നാക്കാൻ വേണ്ടി. ഇതിപ്പോഴും നടക്കുക. അപ്പോൾ ദൈവപിതാവിൻ്റെ 2 കരങ്ങളാണ് ക്രിസ്തു. ആ ക്രിസ്തു മനുഷ്യരെ കെട്ടിപ്പിടിക്കുകയാണ്, ആലിംഗനം ചെയ്യുകയാണ്. അത് നടക്കാൻ വേണ്ടിയാണ് എല്ലാ കൂതാശകളും, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യം. അങ്ങനെ ഈ പുത്രനും പരിശുദ്ധാത്മാവും, ഈ 2 കരങ്ങൾ അങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ വഹിക്കാൻ എളുപ്പമുള്ള മുഖമായിട്ടാണ് അത് അനുഭവപ്പെടുന്നത്. ദൈവത്തിൻ്റെ കൈകൾ, ഈ പുത്രനും പരിശുദ്ധാത്മാവും, ഇതാണ് 2 കൈകൾ. കൂതാശകൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവാണല്ലോ വരുന്നത്. പുത്രൻ നമ്മൾ കെട്ടിപ്പിടിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് ഇറങ്ങി വരികയാണ്. ഇതാണ് കൂതാശ. അപ്പോൾ ദൈവപിതാവിൻ്റെ 2 കരങ്ങളാണ് പുത്രനും പരിശുദ്ധാത്മാവും. അവരിങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് വഹിക്കാൻ എളുപ്പമുള്ള മുഖമാണത്, ഭാരമുള്ള മുഖമല്ല. ഇതാണ് ആഗസ്തീനോസ് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഈ അപ്പൻ വഴിയിലേക്ക് ഇറങ്ങി ഇല്ലേ പോകുന്നു പറയുമ്പോൾ മനസ്സലിഞ്ഞ് എന്നൊരു വാക്കോടെയുണ്ട്. മനസ്സലിഞ്ഞ്, എസ്പ്ലാങ്കിനിസോമായി എന്നാണ് അതിൻ്റെ ഗ്രീക്ക്. റഹം എന്നാണ് ഹീബ്രു. അതിനൊക്കെ അർത്ഥം ഗർഭപാത്രം എന്നാണ്. ശരിക്കും ഗർഭപാത്രം, മനസ്സലിഞ്ഞെന്നൊക്കെ നമ്മൾ തർജ്ജമ ചെയ്താലും ഗർഭപാത്രം മലർക്കെ പിളർന്നെന്നാണ് ശരിക്കും ആക്ഷരികം. ഗർഭിണിയായിരിക്കുന്ന ഒരു അമ്മ, ഒരു സ്ത്രീ കുഞ്ഞിനെ പുറത്തേക്ക് വരണം. കുഞ്ഞെന്താ ചെയ്യുന്നത്? കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രം അങ്ങ് പിളരുകയാണ്. രക്തത്തിലും വെള്ളത്തിലും കുഞ്ഞ് പുറത്തേക്ക് വരികയാണ്. രക്തത്തിലും വെള്ളത്തിലും കുഞ്ഞിനെ പുറത്തേക്ക് വരാതിരിക്കാൻ പറ്റില്ല. കുഞ്ഞ് അമ്മയുടെ ഹൃദയം ആ ഗർഭപാത്രം പിളർക്കുകയാണ്. ഈ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് കരുണയുടെ മിന്നലടിച്ച് ഗർഭപാത്രം, ഈ അലിവിൻ്റെ ഗർഭപാത്രം തുറന്ന് കുടലെല്ലാം പുറത്ത് ചാടുന്ന പോലെ ഈ അലിവ് പുറത്തേക്ക് ചാടിയെന്ന. കരുണയുടെ മിന്നലേറ്റ് അലിവ് പുറത്ത് ചാടി. അത് തടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണത്. അങ്ങനെ പറ്റൂ. ഈ ഇസ്രായേലിനെ കുറിച്ച് കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഈ പഴയ നിയമത്തിലെ ഹോശേയ പ്രവാചകനിലൂടെ എഫ്രായിം തെറ്റ് ചെയ്തു. എൻ്റെ മകൻ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുകയാണ്. അവനെ ഇല്ലേ അടിക്കാനായിട്ട് കൈ ഓങ്ങുകയാണ് പിതാവ്. പക്ഷെ അവൻ്റെ ഹൃദയം അവനെ വിലക്കുകയാണ് അല്ലേ. ഇത് ഈ കുരിശെന്ന് പറയുന്നത് ദൈവപിതാവിൻ്റെ ഹൃദയം ദൈവപിതാവിനെ വിലക്കിയതാണെന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്. നമ്മളൊരു പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു ജീവിതം പറയാം. എൻ്റെ അപ്പൻ എന്നെ ഒരിക്കലേ അടിച്ചിട്ടുള്ളൂ, ഒറ്റ പ്രാവശ്യം അടിച്ചിട്ടുള്ളൂ. അത് ഞങ്ങളുടെ വീട്ടിലൊരു ഒരു ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പന്തലിലൊക്കെ കഴിച്ചിരുന്ന സമയമായിരുന്നു, സന്ധ്യയായിരുന്നു. അപ്പനെവിടെ പുറത്ത് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പന്തൽ ഈ ഓലയാണല്ലോ അന്നൊക്കെ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓലയും കയറൊക്കെ ഉപയോഗിച്ചിരിക്കുന്നതിന് അതൊരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പ് ഞങ്ങളുടെ മൂത്ത പെങ്ങളുടെ ഭർത്താവിനെ പാമ്പ് കടിച്ചു. അങ്ങനെ അപ്പോഴേക്കും അദ്ദേഹം അങ്ങനെ ബോധം കെട്ട് പോലെ, അദ്ദേഹത്തിന് പനി ഉണ്ടായിരുന്നു. അങ്ങനെ ബോധം കെട്ട് വീഴുന്ന പോലെ വരുന്ന സമയത്ത് ആരൊക്കെയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു വടിയെടുത്ത്, സന്ധ്യയായിട്ടുണ്ട്, ഈ കയറിൻ്റെ ഇടയിൽ കിടക്കുന്ന പാമ്പിനെ ഒരു അടി അടിച്ച് കൊന്ന് ഇതിങ്ങനെ ദൂരേക്ക് അങ്ങ് എറിഞ്ഞു. ഈ ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ അന്നത്തെ ഒരു രീതി അനുസരിച്ച് പാമ്പ് ഏതെന്ന് പറഞ്ഞാൽ ചികിത്സ എളുപ്പമാണെന്നാണ്. അങ്ങനെ അവർ വന്നു. അപ്പോഴേക്കും സന്ധ്യയായി. ഒരു പെട്രോമാക്സ് ഒക്കെ വെച്ചിട്ടിങ്ങനെ നോക്കുക പാമ്പ് എവിടെയാണ്. അപ്പം ഞാനാണ് പാമ്പിനെ കൊന്നതും എറിഞ്ഞതും. അപ്പം ഞാനിങ്ങനെ എറിഞ്ഞെന്ന് പറഞ്ഞു. തെക്കോട്ടാണ് എറിഞ്ഞത്. ഈ കുറച്ച് ദൂരെയായിട്ട് ഞങ്ങളുടെ അയൽപ്പക്കത്തൊരു വീടുണ്ട്, ഹിന്ദുക്കളുടെ വീടാണ്. നമ്മളവിടെ ഈ പാമ്പ് എവിടേക്ക് എത്തി എന്ന കാര്യങ്ങൾ നോക്കാൻ വേണ്ടി കവ ചെന്നപ്പം അവർ വിചാരിച്ച് അവരുടെ അടുക്കളയിലേക്ക് പാമ്പിനെ ഇട്ടുന്നുണ്ട്. അവർ ഭയങ്കര വഴക്ക്. അങ്ങനെ അവരുടെ അടുക്കളയിലേക്ക് ഞാൻ പാമ്പിനെ കൊന്നിട്ടെന്ന് പറഞ്ഞിട്ട് അവർ വഴക്ക്. ഇത് കേട്ടുകൊണ്ടാണ് അപ്പൻ പുറമെന്ന് വരുന്നത്. കേട്ടപാടെ ഭയങ്കര ബഹളമാണ്. അയൽപ്പക്കത്ത് അങ്ങോട്ട് കൊണ്ട് ബഹളം നടക്കുകയാണ്. അപ്പൻ എന്ത് ചെയ്തു, എന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു തെങ്ങുമ്പം കെട്ടിയിട്ട് അവിടെ ആടിന് കൊടുക്കാനോ മറ്റോ പ്ലാവിൻ്റെ ചില്ലകളിട്ടുണ്ടായിരുന്നു. അതിന് ചില്ല എടുത്തിട്ട് എന്നെ അടിച്ചു. അടിക്കുന്ന കണ്ട് അമ്മ ഓടി വന്നു. അമ്മ ചാടിക്കയറി അപ്പനും എൻ്റെയും ഇടയ്ക്ക് നിന്നു. അടി കിട്ടിയതിൽ മിക്കവാറും അടികളെല്ലാം അമ്മയ്ക്കാണ് കിട്ടിയത്, എൻ്റെ അമ്മയ്ക്ക്. അപ്പൻ എന്നെ അടിക്കുന്ന കണ്ട് അമ്മ അപ്പൻ്റെയും എൻ്റെയും നടുക്കിലേക്ക് ചാടി. അടി കിട്ടിയത് മുഴുവൻ അമ്മയ്ക്ക്. ഇതുപോലെയാണ് സംഭവിച്ചതെന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്. കുരിശ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിനെതിരെ തിരിഞ്ഞതാണ്. അതായത് ഇസ്രായേൽ, നമ്മൾ മനുഷ്യർ പാപം ചെയ്തു. നീതിമാന ദൈവം നമ്മെ ശിക്ഷിക്കണം. ശിക്ഷിക്കാൻ വേണ്ടി അപ്പൻ കൈ ഓങ്ങി. നമ്മളിങ്ങനെ അടിക്കുകയായിരുന്നു. അപ്പോഴേക്കും പുത്രൻ തമ്പുരാൻ ഇടയ്ക്ക് കയറി. എൻ്റെ അമ്മ ഇടയ്ക്ക് കയറിയതുപോലെ അടി കിട്ടിയത് മുഴുവൻ പുത്രൻ തമ്പുരാന്. അതാണ് കുരിശ്. നമുക്ക് കിട്ടേണ്ട അടി മുഴുവൻ പുത്രൻ തമ്പുരാൻ ഏറ്റെടുത്തു. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യെ തടുത്തതാണ് കുരിശ്. ഇതാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്. ഇതാണ് ഇവിടെയും പറയുന്നത്. ഈ
ഈ ഈ എഫ്രായിം തെറ്റ് ചെയ്തു, എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു എന്നാണ് ദൈവം പറയുന്നത്. ഹോശേയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായം പറയണേ. 11:1 മുതൽ 8 വരെ വായിച്ചാൽ നിങ്ങൾക്ക് അവിടെ കിട്ടും. ദൈവം പറയാണ്, എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു, പുത്രൻ പിതാവിന് വിലക്കുന്നു, പുത്രൻ അടിയെല്ലാം ഏൽക്കുന്നു. ഈ ദൈവമായതിനാൽ, പരിശുദ്ധനായ ദൈവമായതിനാൽ, മനുഷ്യനല്ലാത്തതിനാൽ ഒരു മനുഷ്യനും പ്രവർത്തിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ദൈവം പ്രവർത്തിക്കുകയാണ്. ഇസ്രായേലിൻ്റെ അവസ്ഥ കണ്ട് ദൈവത്തിൻ്റെ ഉദരം പിളർന്ന് ആത്മാവ് വലിച്ച് പുറത്തേക്ക് ഇടുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ ഈ മനസ്സലിവ് എന്ന് പറയുന്നത്. അവൻ്റെ തീരകാരണത്തിൻ്റെ അഗ്നിപർവ്വതം പൊട്ടി ലാവ മനസ്സലിവ് ഒഴുകുകയാണ്. അങ്ങനെയാണ് ഈ മനസ്സലിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് പറയാണ് മേൽത്തരം അങ്കി അല്ലേ, അവനെ പുട്ട് ഓൺ ഹിം ദ ഫസ്റ്റ് റോബ്, ദ ബെസ്റ്റ് റോബ്. ബെസ്റ്റ് റോബ് എന്നാണ് ഗ്രീക്കിൽ. ഈ സഭാപിതാക്കന്മാരൊക്കെ അതിനെ ഫസ്റ്റ് റോബ് എന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് റോബ് ഏതാണ് ഫസ്റ്റ് റോബ്? ആദാമും ഹവ്വയും പാപം ചെയ്യുന്നതിന് മുൻപ് മൗലിക വരപ്രസാദം ഉണ്ടായിരുന്നു. പാപം ചെയ്യുന്നതിന് മുമ്പ് ആ മൗലിക വരപ്രസാദത്തിൻ്റെ വസ്ത്രമാണ് അണിയിച്ചത്. മൗലിക വരപ്രസാദം അതാണ് ഈ കുമ്പസാരക്കൂട്ടിൽ നടക്കുന്നത്. നമ്മൾ പുത്രനോട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പുത്രൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്നു. അപ്പോൾ പിതാവ് നമ്മളെ ഈ ആദ്യ വസ്ത്രം, വരപ്രസാദത്തിൻ്റെ ആദ്യ വസ്ത്രം ധരിപ്പിക്കുന്നു. പരിശുദ്ധാത്മ നമ്മിലേക്ക് ആവസിക്കുന്നു. ഇതാണ് അഭിഷേകം എന്ന് പറയണേ. കുമ്പസാരക്കൂട്ടിൽ നമ്മൾ പരിശുദ്ധ തൃത്വത്തിൽ 3 ആളുകളെയും കണ്ടുമുട്ടുകയാണ്. അത് ഒരു അലക്കകല്ലല്ല, പെട്ടെന്ന് ഒരു ക്വിക്ക് വാഷിംഗ് മെഷീൻ അല്ല. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനും 3 പേരെയും കൂടിക്കാഴ്ച നടത്തുന്ന, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി കൂടിക്കാഴ്ച നടത്തുന്ന ആ കൂടിക്കാഴ്ചയുടെ രംഗമാണ് ഈ കുമ്പസാരം എന്ന് പറയുന്നത്. ധൂർത്തപത്രൻ്റെ ഉപമ അത് ശരിക്കും നമ്മുടെ അനുഭവത്തിൽ വരുന്ന ഒരു രംഗമാണ്, അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് കുമ്പസാരക്കൂട് എന്ന് പറയുന്നത്. മോതിരവും കാലിൽ ചെരുപ്പൊക്കെ അണിയിക്കാൻ പറയുന്നു. അപ്പൻ്റെ മുദ്രയുള്ള മോതിര പറയണേ, അതാണ് മകനെ അണിയിച്ചത്. ഇനി അവൻ പുറജാതിക്കാരനുമല്ല, അവൻ കൂലിക്കാരനുമല്ല. ഈ അടിമയ്ക്ക് അന്ന് അക്കാലത്ത് ചെരുപ്പ് ധരിക്കാൻ കഴിയില്ല, അവന് ചെരുപ്പ് ധരിക്കുകയാണ്. എന്ന് വെച്ചാൽ അടിമയായി തീർന്നവൻ പക്ഷെ ഇപ്പോൾ അവന് പുത്രനായി സ്വീകരിക്കുകയാണ്. പുത്രൻ അന്തസ്സിലേക്കാണ് അപ്പൻ അവനെ പിടിച്ചുയർത്തുന്നത്, പാദരക്ഷ അണിയിക്കുന്നത്. അടിമകൾക്ക് ചെരുപ്പില്ല, പുത്രന് ചെരുപ്പുണ്ട്. അങ്ങനെ അപ്പൻ്റെ മുദ്രയുള്ള മോതിരവും മക്കൾക്ക് മാത്രം ഇടാൻ അവകാശമുള്ള ചെരുപ്പൊക്കെ അവൻ അണിയിക്കുകയാണ്. എന്നിട്ട് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്ന് ആഘോഷം ഗംഭീരക്കം പറയുകയാണ്. വിവാഹം പോലെ പ്രത്യേക അവസരത്തിൽ കൊല്ലാൻ വേണ്ടി വീട്ടിൽ വളർത്തുന്ന ഈ കാളക്കുട്ടിയാണ് പറയണേ, ഈ കൊഴുത്ത കാളക്കുട്ടി. വിശ്വാസത്തിൻ്റെ വിരുന്നാണിത്. അനശ്വരമായ തിരുസദ്യയുടെ മുന്നാസ്വാദനമായ വിശുദ്ധ കുർബാന, ആ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള വിശ്വാസത്തിൻ്റെ ദിവ്യ വിരുന്നാണിത്. ആക്ഷരികമായിട്ട് ഈ മൊഴിമാറ്റം ചെയ്താൽ ഇത് സിംഫണി ആൻഡ് കൊയേഴ്സ് ആണ് വേണ്ടത്. അതായത് അവർ ആഹ്ലാദിക്കാനും ആനന്ദിക്കാനും തുടങ്ങിയെന്ന് പറയുന്നത്. അതായത് ഗായക സംഘത്തിൻ്റെ മേളക്കൊഴുപ്പുണ്ടായതാണ്. ഇത് വിശ്വാസത്തിൻ്റെ സ്വരലയമായിട്ടാണ്. ഈ ക്രിസ്ത്യാനിയാകുന്നതിലുള്ള ആനന്ദവും ആഘോഷവുമാണ് ഈ വിശ്വാസത്തിൻ്റെ സംഗീതരസത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതൊക്കെ ചെയ്യാൻ, മോതിരം അണിയിക്കാൻ, ചെരുപ്പ് അണിയിക്കാൻ, പിന്നെ കൊഴുത്ത കാളക്കുട്ടിയെ കൊല്ലാൻ, മേൽത്തരം അങ്കി അണിയിക്കാൻ എന്താണ് കാരണം? അവൻ മൃതനായിരുന്നു, ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടവനായിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. അവൻ ശരിക്കും മൃതനായിരുന്നോ? ആദിമാതാമക്കളാണ് എന്നാ പറഞ്ഞത്, നിങ്ങൾ ഈ വിലക്കപ്പെട്ട കനി തിന്നുന്ന ദിവസം മരിക്കും. അന്ന് അവർ മരിച്ചോ? ഇല്ല, തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടലാണ് മരണം. അപ്പൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടലാണ് മരണം. അപ്പൻ്റെ വീട്ടിലേക്കുള്ള തിരിച്ചു വരവാണ് ജീവൻ. പറുദീസയിലേക്കുള്ള പുനഃപ്രവേശനമാണ് നിത്യജീവൻ. ഇതാണ് അവൻ മൃതനായിരുന്നെന്ന് പറഞ്ഞാൽ അവൻ അപ്പൻ്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയെന്നാണ്. അപ്പൻ്റെ സന്നിധിയിൽ നിന്നുള്ള പുറത്താക്കപ്പെടലാണ് മരണം. ഇങ്ങനെ ഒരു അപ്പനെ ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കാം. നമ്മുടെ വീടുകളിലൊക്കെ ഇത്രയില്ലെങ്കിൽ പോലും ഏതാണ്ട് ഇതുപോലെയുള്ള അപ്പന്മാരും അമ്മമാരുമുണ്ട്. ഇങ്ങനെ ഈ മേളക്കൊഴുപ്പ് ഇല്ലേ, വാദ്യമേളൊക്കെ നടക്കുന്ന സമയത്താണ്, അപ്പോഴാണ് മൂത്ത മകൻ ജ്യേഷ്ഠൻ രംഗപ്രവേശം ചെയ്യുന്നത്. പാടത്ത് പണിയെടുത്തതിന് ശേഷമാണ് അയാൾ വരുന്നത്. വീട്ടിൽ എത്തിയപ്പോൾ ആഘോഷത്തിൻ്റെ മേളക്കൊഴുപ്പ്. എന്താണ് അതിന് കാരണമെന്ന് അയാൾ കണ്ടുപിടിക്കുകയാണ്. അയാൾ കോപം കൊണ്ട് ജ്വലിക്കുന്നു. തൻ്റെ അപ്പൻ്റെ സ്വത്ത് വേച്ചികളുമായി കിടക്ക് പങ്കിട്ട് ദൂർത്തടിച്ചതിലൂടെ തൻ്റെ ഭാവി മുഴുവൻ തുലച്ചവൻ, ഒന്നിനും കൊള്ളരുതാത്തവനായ ഒരുവൻ, പിഴയും പ്രായശ്ചിത്തവും കൊടുക്കാതെ, നല്ല നടപ്പിനുള്ള കാലാവധി കൊടുക്കാതെ നേരെ അങ്ങ് സ്വീകരണം നൽകി ഇരിക്കുകയാണ് പിതാവ്. ഗംഭീര സദ്യ കൊടുത്ത് സ്വാഗതം ചെയ്യുന്നു. ഇതൊന്നും പന്തിയല്ലെന്നാണ് ജ്യേഷ്ഠൻ്റെ പക്ഷം. അയാളുടെ നീതിബോധത്തിനെതിരാണ് അപ്പൻ ചെയ്ത ഈ പ്രവൃത്തി. തെണ്ടിയും ദുർവർത്തനമായ
മറ്റവൻ്റെ ഭൂതകാലത്ത് തുരണം ചെയ്തപ്പോൾ താൻ ഇത്ര കൊല്ലം വേർപ്പൊഴുക്കിയതൊക്കെ വെറുതെയായി എന്നൊക്കെ അയാൾക്ക് തോന്നി. ഈ പാപികളെ സ്വീകരിക്കുന്നത് ഉടമ്പടിയുടെ നീതിയുടെ ലംഘനമാണെന്ന് ഫരിസേയർ വിചാരിച്ചു. അതുകൊണ്ടാണ് അവർ കുറ്റപ്പെടുത്തിയത്. അവരുടെ പ്രതിനിധിയാണ് ഈ മൂത്തപുത്രൻ. അയാൾ പൊട്ടിത്തെറിച്ചു. ഉള്ളിലെ കൊടിയ വിദ്വേഷം പുറത്തു ചാടി നടത്തം. വീട്ടിൽ കയറേണ്ട നിൽക്കുകയാണ് ഈ മൂത്ത മകൻ. അപ്പൻ പിന്നെയും ഓടുകയാണ്. ഈ ധൂർത്തപുത്രനെ സ്വീകരിക്കാൻ വേണ്ടി പോയതുപോലെ അപ്പൻ പിന്നെയും പോകുകയാണ്, ഇറങ്ങിച്ചെല്ലുകയാണ്. അനുനയിപ്പിക്കാൻ അപ്പൻ അനുനയിപ്പിക്കുകയാണ്. ആ മകനോടും അനുഭവോടെയാണ് അപ്പൻ സംസാരിക്കുന്നത്. അനുജൻ അനുഭവിച്ച അലച്ചിലോ ആന്തരിക രൂപാന്തരമോ ഈ ജ്യേഷ്ഠൻ അറിയില്ല. ദൂരദേശത്തേക്കുള്ള അയാളുടെ യാത്രയും അവൻ്റെ വീഴ്ചയും അയാളുടെ പുതിയ കണ്ടെത്തലുമെന്നും ചേട്ടൻ അറിഞ്ഞിട്ടില്ല. അയാൾ ആകെ കാണുന്നത് അനീതി മാത്രമാണ്. സ്വജീവിതം പൊട്ടിപ്പൊളിഞ്ഞ തോണിയായിട്ട് അയാൾക്ക് തോന്നുകയാണ്. മൂത്ത മകനും അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തെയാണ് സ്വപ്നം കണ്ടിരുന്നതെന്ന് അറിയാതെ വെളിപ്പെടുകയാണ്. അയാളുടെ അനുസരണം സന്തോഷത്തോടെ ഉള്ളതായിരുന്നില്ല. ഉള്ളിൽ കയ്പ് സൂക്ഷിച്ച അനുസരണമായിരുന്നു അത്. അതിനാൽ തന്നെ ഭവനത്തിലായിരിക്കുന്നതിൻ്റെ കൃപ അയാൾ അനുഭവിച്ചില്ല. ഒരു മകൻ്റെ സ്വാതന്ത്ര്യം അയാൾക്ക് അന്യമായിരുന്നു. താൻ അടിമപ്പണി ചെയ്യുന്നുവെന്നാണ് അയാൾ കരുതിയത്. ഓൾ ദീസ് ഇയേഴ്സ് ഐ ഹാവ് സ്ലേവ്ഡ് ഫോർ യു ഓൾ ദീസ് ഇയേഴ്സ് എന്നാണ് പറയണേ. ഞാൻ ഇത്ര കൊല്ലം നിനക്ക് അടിമയായി ജീവിച്ചു. അതായത് വീട്ടിലെ മകൻ്റെ സ്വാതന്ത്ര്യത്തോടെ അല്ല ചേട്ടൻ കഴിഞ്ഞത്, ഒരു അടിമയെ പോലെ. അതുകൊണ്ടാണ് ഒരു ആട്ടിൻകുട്ടിയെ പോലും എനിക്ക് തന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. ഒരു ആട്ടിൻകുട്ടിയെ എടുത്ത് ആഘോഷിക്കാമായിരുന്നില്ലേ? അതിനെന്തിനാ? മകൻ്റെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ചെയ്യാമായിരുന്നു. എന്നിട്ട് ഈ ജ്യേഷ്ഠൻ അപ്പനോട് പറയാ, നോക്കൂ. അത് ഭയങ്കരമാണ്. ഇളയ മകൻ അപ്പനെ അപ്പ എന്ന് വിളിച്ചിരുന്നു. അപ്പ, സ്വർഗത്തിനെതിരായും നിനക്കെതിരെയും ഞാൻ തെറ്റ് ചെയ്തു. ഇവിടെ ജ്യേഷ്ഠൻ അപ്പനെ അപ്പ എന്ന് വിളിക്കുന്നില്ല, നോക്കൂ എന്നാണ് വിളിക്കുന്നത്. നിന്റെ ഈ മകൻ അപ്പനോട് പറയാണ്, നിന്റെ ഈ മകൻ. അങ്ങനെയാണ് ജ്യേഷ്ഠ അപ്പനോട് പറയണേ. അപ്പനവനെ തിരുത്തിട്ട് പറഞ്ഞു, നിന്റെ ഈ സഹോദരൻ. നിന്റെ ഈ മകൻ എന്നാണ് ജ്യേഷ്ഠ അപ്പനോട് പറയണേ. അപ്പം പറഞ്ഞു, അല്ലല്ല, നിന്റെ ഈ സഹോദരൻ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ്. ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നെന്ന് പറഞ്ഞാണ് കഥ തുടങ്ങുന്നത്. അപ്പനും മക്കളും നമ്മളെ ബന്ധമാണെന്ന് ചുരുക്കം. പക്ഷെ ഇവിടെ നിന്റെ ഈ മകൻ എന്ന് പറയുന്ന ജ്യേഷ്ഠനെ അപ്പൻ തിരുത്തുകയാണ്. നൗ ദിസ് സൺ ഓഫ് യുവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ അപ്പൻ തിരുത്തി, നൗ ദിസ് ബ്രദർ ഓഫ് യുവേഴ്സ്. ദിസ് സൺ ഓഫ് യുവേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ അപ്പൻ തിരുത്തി, നൗ ദിസ് ബ്രദർ ഓഫ് യുവേഴ്സ്. അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കഥയാണിതെങ്കിലും ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമില്ലെങ്കിൽ ഈ അപ്പനുമായുള്ള ബന്ധം ശരിയാവില്ല. പശ്ചാത്തപിക്കുന്ന പാപിയെ സ്വന്തം സഹോദരനെ സ്വീകരിക്കണമെന്നാണ് അപ്പൻ പറയണേ. പശ്ചാത്തപിക്കാത്ത പാപി പന്നിക്കൂട്ടിലാണ്. അവിടേക്ക് പോയി പന്നികളായിട്ട് മാറാൻ പാടില്ല. മൂത്തപുത്രൻ്റെ വിശ്വാസതയൊന്നും അപ്പൻ ചോദ്യം ചെയ്തില്ല. അയാൾ തൻ്റെ മകനാണെന്ന കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. ഇല്ലേ, എനിക്കുള്ളതെല്ലാം നിൻ്റേതല്ലേ അപ്പൻ ചോദിക്കുകയാണ്. നിനക്കതെടുത്ത് ചെയ്യാമായിരുന്നില്ലേ? നീ എന്തിനാണ് അടിമയെ പോലെ കഴിഞ്ഞതെന്നാണ്. അതേസമയം മൂത്തപുത്രൻ എന്നാണ് പ്രതിഫലത്തിന് ചട്ടക്കൂട്ടിലാണ് കാര്യങ്ങൾ കാണുന്നത്. നിനക്കൊരു ആട്ടിൻകുട്ടി പോലും എനിക്ക് തന്നില്ല. അതായത് മക്കൾ വീട്ടിൽ പണിയെടുക്കുന്നത് കൂലിക്ക് വേണ്ടിയല്ല, പക്ഷെ ഇവൻ കൂലിക്ക് വേണ്ടിയാ. നീ എനിക്കൊന്നും തന്നില്ലെന്നാണ് പറയണേ. അപ്പോൾ ഈ മകൻ്റെ വീട്ടിലായിരുന്നെങ്കിൽ, അപ്പൻ്റെ വീട്ടിലായിരുന്നെങ്കിലും അടിമയെ പോലെയായിരുന്നു. പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ്, കൂലി കിട്ടാൻ വേണ്ടിയാണ് അയാൾ അനുസരിച്ചത്. അപ്പോൾ കൽപ്പന ലംഘിക്കാതിരിക്കുന്നതാണ് പുണ്യമെന്നാണ് അയാൾ കരുതണേ. അയാൾ പിതാവിനെ അനുസരിച്ചു, അടിമയെ പോലെ അനുസരിച്ചു, ദാസവേല ചെയ്തു എന്നൊക്കെ പറയണേ. അയാൾ പിതാവിൻ്റെ ഭവനത്തിലായിരുന്നെങ്കിലും ഒരു മകനെ പോലെയോ സഹോദരനെ പോലെയോ അല്ല പെരുമാറിയത്. ആ സ്വാതന്ത്ര്യം അയാൾ കിട്ടിയില്ല. കൂലിയെടുക്കുന്ന ദാസനെ പോലെ, അടിമയെ പോലെയാണ് അയാൾ പെരുമാറിയത്. കൽപ്പനകൾ അനുസരിച്ചാൽ പുണ്യമായി, നിയമങ്ങൾ പാലിച്ചാൽ പുണ്യമായി എന്ന് കരുതുന്ന ഫരിസയർക്ക് തുല്യമാണ്. അതിന് ആ വീക്ഷണത്തിനെതിരായിട്ടാണ് ഈശോ പുതിയ വീക്ഷണം അവതരിപ്പിക്കുന്നത്. എന്താണ്? പുണ്യത്തെക്കുറിച്ചുള്ള പുതിയ വീക്ഷണം. സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പാകെ ഞാൻ പാപം ചെയ്തു. അതായത് പിതാവിനെ സ്വത്ത് ദൂർത്തടിച്ചതിനേക്കാൾ പാപം ഇരിക്കുന്നത് ദൈവപിതാവുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിലാണ്. നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. അവിടെയാണ് അല്ലേ പിതാവുമായുള്ള പുത്രൻ്റെ ബന്ധമാണ് പുണ്യം. ഈ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ കൂലിക്ക് വേണ്ടി അനുസരിക്കുക, അതിനകത്തൊരു ബന്ധമില്ലല്ലോ. അവിടെ ഒരു ബന്ധമില്ല. മുതലാളിയും തൊഴിലാളിയും തമ്മിൽ ബന്ധമൊന്നുമില്ലല്ലോ. പണിയെടുക്കുന്നു, കൂലി കിട്ടുന്നു, പോകുന്നു. അതേസമയം ബന്ധമുള്ളവ ഉണ്ടാകാം. അതാണ് ഈ ബന്ധമാണ് പുണ്യം എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. ഈ പിതാവുമായുള്ള പുത്രൻ്റെ ബന്ധമാണ് പുണ്യം. പിതാവിൽ നിന്ന് അകലുന്നതാണ് പാപം.
പിതാവുമായി ബന്ധം പാലിക്കാൻ നിയമങ്ങൾ സഹായിച്ചേക്കാം. എന്നാൽ ദാസനെ പോലെ പ്രതിഫലം പ്രതീക്ഷിച്ചല്ല നിയമങ്ങൾ അനുസരിക്കേണ്ടത്. ഒരു ആടിന് പോലും തന്നില്ലല്ലോ എന്നുള്ള പ്രതിഫലത്തിൻ്റെ കണക്കിലല്ല അനുസരിക്കേണ്ടത്. പിതാപുത്ര ബന്ധത്തിൽ അനുസരണത്തിന് ഈ പ്രതിഫലത്തിനേക്കാളൊക്കെ അപ്പുറത്ത് ഉള്ള ഒരു ബന്ധമുണ്ട്. സ്നേഹമില്ലാതെ അനുസരിച്ചാൽ കയ്പാണ് ഫലം എന്നർത്ഥം. സ്നേഹത്തോടെ വേണം അനുസരിക്കാൻ. ഈ അപ്പൻ ജ്യേഷ്ഠ മൂത്തപുത്രനെ വിളിക്കുന്ന എങ്ങനെയാണ്? മകനെ എന്നാണ്. മകനെ. മകനായിരിക്കുന്നതിൻ്റെ വലിയ മഹത്വവും വിലയും പിതാവ് മകനോട് വ്യക്തമാക്കുകയാണ്. എനിക്കുള്ളതെല്ലാം നിൻ്റെതല്ലേ. ഇതേ വാക്കുകളാണ് ഈ തനിക്ക് പിതാവുമായുള്ള ബന്ധത്തെ വരയ്ക്കാൻ മഹാപുരോഹിത പ്രാർത്ഥനയിൽ കർത്താവ് ഉപയോഗിച്ചത്. എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്, അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേതാണ്. പുത്രൻ തമ്പുരാൻ ദൈവപിതാവിനോട് പറയാണ്, എനിക്കുള്ളതെല്ലാം അങ്ങയ്ക്കുള്ളതാണ്, അങ്ങയ്ക്കുള്ളതെല്ലാം എൻ്റേതാണ്. ഇതാണ് ഈ അടുത്ത ബന്ധമെന്ന് പറയണേ. ഇവിടെ ജ്യേഷ്ഠൻ്റെ പ്രതികരണം എന്തായിരുന്നു? ഇല്ലേ, നിൻ്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവൻ ജീവിക്കുന്നു, നഷ്ടപ്പെടുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. അവൻ ആ ആഘോഷത്തിൽ പങ്കെടുത്തോ ഇല്ലയോ? അത് കർത്താവ് പറഞ്ഞിട്ടില്ല. നമ്മൾ പങ്കെടുക്കുമോ ഇല്ലയോ? അതാണ് ചോദ്യം. അതായത് ഈ ബിന്ദുവിൽ പെട്ടെന്ന് കഥ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫരിസയരോടും നിയമജ്ഞരോടും കർത്താവ് ചോദിക്കുന്നു, നിങ്ങൾ ഈ ആഘോഷത്തിൽ പങ്കെടുക്കുമോ? ഞാൻ പാപികളോടും ചുങ്കക്കാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന ആ സദ്യയിലേക്ക് നിങ്ങൾ ജ്യേഷ്ഠപുത്രൻ്റെ സ്ഥാനത്താണല്ലോ, നിങ്ങൾ പ്രവേശിക്കുമോ? ഈ അവരോട് സംസാരിക്കാൻ ഈശോ ഉപമയിലെ അപ്പൻ്റെ വാക്കുകൾ ഉപയോഗിക്കുക. തനിക്ക് പാപികളുള്ള കാരുണ്യം പോലെ പിതാവിൻ്റെ നന്മയോട് ഇല്ലേ, തനിക്ക് പാപികളുടെ സ്നേഹം, അത് ഉപമയിലെ പിതാവിൻ്റെ ആ കാരുണ്യത്തോട് ഒന്നാക്കുകയാണ്, താതാത്മ്യപ്പെടുത്തുകയാണ് യേശു. പാപികളെ മാനസാന്തരത്തിൻ്റെ അവസരത്തിൽ ആഹ്ലാദിക്കാനായി ഒരുക്കിയിരിക്കുന്ന സദ്യ, ആ സദ്യയുടെ വിരുന്നുശാലയിലേക്ക് നീതിമാന്മാരെന്ന് സ്വയം കരുതിയിരിക്കുന്നവർ പ്രവേശിക്കുമെന്ന തുറന്ന ചോദ്യത്തോടെ ഈ കഥ ഉപസംഹരിക്കുകയാണ്. ഈ പലതരത്തിൽ ഈ കഥയ്ക്ക് പറയാം, പലതരത്തിൽ വ്യാഖ്യാനിക്കാം. യഹൂദരും പുറജാതിക്കാരും തമ്മിലുള്ള ബന്ധമെന്ന് പറയാം. പുറജാതിക്കാർ ധൂർത്തപുത്രനെ പോലെ അലഞ്ഞു നടക്കുകയായിരുന്നു, തിരിച്ചു വരുന്നു. ഇസ്രായേൽക്കാർ അവരെ സ്വീകരിക്കുമോ? അങ്ങനെ ഈ കഥയെ വ്യാഖ്യാനിക്കാം. ഈ ഇസ്രായേലിൻ്റെ തന്നെ ഫരിസയരും നിയമജ്ഞരും സംസാരിക്കാൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൂടാതെ വേറെയും ചില തരത്തിലൊക്കെ ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അതായത് ഈ ദൈവത്തോടുള്ള ബന്ധം അത് കൈപ്പേറിയ വിദ്വേഷമാണോ? ദൈവത്തോടുള്ള കൈപ്പേറിയ വിദ്വേഷം സ്വന്തം അനുസരണത്തോടുള്ള കയ്പ് തന്നെയാണ്. ദൈവത്തോടുള്ള കൈപ്പേറിയ വിദ്വേഷം സ്വന്തം അനുസരണത്തോടുള്ള കയ്പ് തന്നെയാണ്. അത്തരം അനുസരണത്തിൻ്റെ പരിമിതിയാണ് ഈ കയ്പ് രസം ദ്യോതിപ്പിക്കുന്നത്. കൂടുതൽ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള മോഹം ഈ ശരിക്കും പറഞ്ഞ രണ്ട് മക്കളും, ജ്യേഷ്ഠനും അനുജനും, അവരെ ഹൃദയാന്തരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ സംഗതികളോർത്ത് അസൂയ അതിലൊളിഞ്ഞിരിപ്പുണ്ട്. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ത്, മകനായിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ത് എന്ന് തിരിച്ചറിവുണ്ടാക്കാനായി അനുജനെ ശുദ്ധീകരിച്ച തീർത്ഥയാത്രയിലൂടെ പലരും കടന്നുപോയിട്ടില്ല. അവർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അടിമത്തം പോലെ ഭാരമായി ചുമക്കുകയാണ്. ഒരു വക മാറ്റത്തിന് കൂട്ടാക്കാതെ അന്ധതയിൽ ആണ്ട് കഴിയുകയാണ്. യഥാർത്ഥ പുത്രത്വം എന്ന ബന്ധത്തിലേക്ക് വളർന്ന് പരിഭാഗം വന്നവരല്ല അവർ. അവർക്ക് ഒരു പാത, തിരിച്ചുവരവിൻ്റെ പാത, മാനസാന്തരത്തിൻ്റെ പാത ആവശ്യമുണ്ട്. ദൈവമാണ് ശരി എന്ന് അംഗീകരിച്ച് ദൈവം ഒരുക്കിയിരിക്കുന്ന വിരുന്ന്, ദിവ്യമായ കുർബാന തങ്ങളുടെ വിരുന്നായി സ്വീകരിച്ചാൽ മാത്രമേ ഈ ജ്യേഷ്ഠനും അനുജനൊക്കെ ഈ പാത കണ്ടെത്താൻ കഴിയൂ. ദൈവപിതാവ് ക്രിസ്തുവിലൂടെ നമ്മോട് നേരിട്ട് സംസാരിക്കുകയാണ് ഈ ഉപമയിൽ. അവൻ്റെ ഭവനം ഒരിക്കലും അവൻ ഉപേക്ഷിച്ചിട്ടില്ല. നാം അവൻ്റെ ഭവനം ഉപേക്ഷിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ആനന്ദം കണ്ടെത്തണമെങ്കിൽ യഥാർത്ഥമായൊരു മാറ്റം വരേണ്ടതുണ്ട്. ഞാൻ മാറുകയില്ല, മറ്റുള്ളവർ മാറുകയും അരുത് എന്ന സമദൂരം, സമവായം ശരിയാകില്ല. ഞാൻ ഇത്തരം പറഞ്ഞത് ബെനഡിക്ട് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. ഞാൻ ഒന്നുകൂടി അത് ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. ഈ ദൈവത്തോടുള്ള കൈപ്പേറിയ വിദ്വേഷം അത് വെച്ചുകൊണ്ട് അനുസരിച്ചാൽ അനുസരണം തന്നെ കൈപ്പായിട്ട് മാറും. ഇതാണ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർക്കും പിന്നെ അൽമായ മുന്നേറ്റക്കാർക്കും സംഭവിച്ചിരിക്കുന്നത്. ദൈവത്തോടുള്ള കൈപ്പേറിയ വിദ്വേഷമുണ്ട്. ദൈവത്തെങ്കിലേക്ക് നോക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചതാണ്, പന്നികളെ പോലെ കീഴ്പോട്ട് നോക്കുകയാണ് അവർ. അപ്പോൾ അതുകൊണ്ട് അനുസരണം അവർക്ക് കയ്പാണ്.
അത്തരം അനുസരണത്തിൻ്റെ പരിമിതിയാണ് ഈ കയ്പ് രസം സൂചിപ്പിക്കുന്നത്. കൂടുതൽ വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് യാത്ര ചെയ്യാനുള്ള ഈ വിമതരുടെ മോഹം അവരവരെ ഹൃദയാന്തരത്തിൽ സൂക്ഷിച്ചിരിക്കുക. അതുകൊണ്ടാണ് അനുസരണം അന്ധമായ അനുസരണം വേണ്ട എന്നൊക്കെ പറയുന്നത്. അന്ധമായ അനുസരണം വേണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ സ്നേഹത്തിൽ നിന്നുള്ള അനുസരണം വേണ്ടേ? അന്ധമായ അനുസരണം അല്ലല്ലോ. സ്നേഹത്തിൽ നിന്നുള്ള അനുസരണം അന്ധമായ അനുസരണമാണോ? അല്ല. മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ കഴിയാത്ത സംഗതികൾ ഓർത്ത് ഒരു തരം അസൂയ ഇവരിൽ ഒളിഞ്ഞിരിപ്പുണ്ട്, ഈ വിമത വൈദികരിലും അൽമായ മുന്നേറ്റക്കാരിലും. യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ത്? മകനായിരിക്കുന്ന സ്വാതന്ത്ര്യം എന്ത്? ഈ മെത്രാൻ സെനഡിനെ അനുസരിക്കുന്നതിലൂടെ സഭയുടെ മകനായിരിക്കുന്നതിൻ്റെ ആനന്ദം എന്ത്? അതെന്ത് എന്ന് തിരിച്ചറിവുണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഈ അനുജനെ ശുദ്ധീകരിച്ച തീർത്ഥയാത്രയിലൂടെ അവർ കടന്നു പോയിട്ടില്ല. അവർ തങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അടിമത്തം പോലെ ഭാരമായി ചുമക്കുകയാണ്. ഒരു വക മാറ്റത്തിനും കൂട്ടാക്കാതെ അന്ധതയിലാണ്ട് കഴിയുകയാണ് അവർ. ഒരു വക മാറ്റത്തിനും തയ്യാറല്ല. ഇപ്പം നിങ്ങൾ നോക്കിയേ, അവരുടെ വഴിയിലേക്ക് മെത്രാന്മാരെ കൊണ്ടുവരികയാണ്. മെത്രാന്മാർ വളഞ്ഞ് ഒടിഞ്ഞു. ഈ ധൂർത്തപുത്രന്റെ കഥയിലെ അപ്പനെ പോലെയല്ല നമ്മുടെ മെത്രന്മാർ. ഈ പന്നിക്കുട്ടി കിടക്കുന്ന മകനെ തേടി അപ്പൻ അവിടേക്ക് പോയോ? ഇല്ലില്ല. ഈ അൽമായ മുന്നേറ്റക്കാരുമായിട്ടും വിമത വൈദികരുമായിട്ടും ചർച്ച ചെയ്യാനായിട്ട് നമ്മുടെ പിതാക്കന്മാർ അങ്ങോട്ട് പോകുമ്പോൾ പന്നിക്കൂട്ടിലേക്ക് പോകുകയല്ലേ. പന്നിക്കൂട്ടിലേക്ക് പോകുന്ന ഒരു അപ്പനെക്കുറിച്ച് ധൂർത്തപുത്രന്റെ കഥയിലുണ്ടോ? മാനസാന്തരം വരാത്ത ധൂർത്തപുത്രനെ കെട്ടിപ്പിടിക്കുന്ന, ആലിംഗനം ചെയ്യുന്ന, ചേർത്ത് പിടിക്കുന്ന ഒരു അപ്പൻ ഈ കഥയിലുണ്ടോ? അപ്പോൾ ഈ കർത്താവ് പറഞ്ഞ കഥയിലില്ലാത്ത ഒരപ്പനാണ് മെത്രാന്മാർ. കർത്താവ് പറഞ്ഞ കഥയിലില്ലാത്ത ഒരപ്പനാണ്. തീർച്ചയായിട്ടും ഇറങ്ങി ചെന്നിട്ടുണ്ട് ഈ അപ്പൻ ധൂർത്തപുത്രന്റെ കഥയിൽ. അത് മാനസാന്തരപ്പെട്ട് വരുന്ന ധൂർത്തപുത്രന്റെ കഥയിലാണ്. ഈ ജ്യേഷ്ഠൻ്റെ അടുത്തേക്കും പോകുന്നുണ്ട്. അവനെ അനുനയിപ്പിച്ച് അനുസരിപ്പിക്കാൻ, അല്ലാതെ സമദൂരും സമവായം ഒന്നുമല്ല. ജ്യേഷ്ഠൻ്റെ വാക്ക് കേട്ട് അനുജൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കിയോ? അപ്പൻ ഇല്ല. അനുജൻ്റെ വാക്ക് കേട്ട് ജ്യേഷ്ഠനെ പുറത്താക്കിയോ? അതും ഇല്ല. രണ്ടുപേരെയും അപ്പൻ്റെ സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കൊണ്ടുവരികയാണ്. ഈ കഴിവാണ്, ഇതാണ് ഇവിടെ ഇല്ലാതെ പോയത്. നമുക്ക് സുറിയാനി കത്തോലിക്ക സഭയിൽ ഇല്ലാതെ പോയത്. യഥാർത്ഥ പുത്രത്വം എന്ന ബന്ധത്തിലേക്ക് വളർന്ന് പരിഭാഗം വന്നവരായാലേ മെത്രാന്മാരാണെങ്കിലും വൈദികരാണെങ്കിലും അൽമായരാണെങ്കിലും കന്യാസ്ത്രീകളാണെങ്കിലും ദൈവത്തെ തിരിച്ചറിയാൻ പറ്റും. യഥാർത്ഥ പുത്രത്വം എന്നത് തിരിച്ചറിയണം. ആ ബന്ധത്തിലേക്ക് വളരണം. അതിനൊരു പക്വത വരണം. അപ്പോൾ ദൈവപിതാവ് ഒരുക്കിയിരിക്കുന്ന വിരുന്ന്, അതായത് വിശുദ്ധ കുർബാന, തങ്ങളുടെ വിശുദ്ധ ഭക്ഷണമായി, മാലാഖകളുടെ അപ്പമായി അവർക്ക് സ്വീകരിക്കാൻ പറ്റും. അതുവരെ അവർക്ക് അത് വെറും ആചാരമാണ്. ഈ ദൈവപിതാവുമായുള്ള ബന്ധം, പുത്രത്വം എന്ന ബന്ധം അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ വിശുദ്ധ കുർബാന അവർക്ക് വെറും ഒരു കാഴ്ചയാണ്, ഷോ ആണ്, കാഴ്ചക്കൂത്താണ്. അത് ആചാരം മാത്രമാണ്. വിശുദ്ധമായ കുർബാനയല്ല, വിശുദ്ധമായ വിരുന്നല്ല. കാരണം പുത്രത്വം അവരനുഭവിച്ചിട്ടില്ല. ഈ പിതാവുമായുള്ള ബന്ധം, ദൈവപിതാവുമായുള്ള ബന്ധം, അതിനെ ഞാൻ ഈ പുത്രത്വം എന്ന് പറയുന്നത്, അതൊരനുഭവിച്ചിട്ടില്ല. അവരടിമയായി കഴിയാണ്. അടിമയായി. ഞാൻ ആവർത്തിക്കുക, അവർ ചിലപ്പോൾ പിതാവിൻ്റെ ഭവനം ഉപേക്ഷിച്ചിട്ടില്ലായിരിക്കാം. എന്നാൽ വിശ്വാസത്തിൽ ആനന്ദം കണ്ടെത്തണമെങ്കിൽ, അനുസരണത്തിൽ ആനന്ദം കണ്ടെത്തണമെങ്കിൽ ഒരു യഥാർത്ഥ മാറ്റം വരേണ്ടതുണ്ട്. ഇല്ലേ, ആചാരങ്ങൾ മാത്രമാണ്, കാഴ്ചക്കുത്താണ്, ഇവിടെ ദൈവമൊന്നും ഇല്ല, ഇത് വെറും മനുഷ്യൻ്റെ മുഖത്താണ് ദൈവം, മനുഷ്യനാണ് ദൈവം, ഇങ്ങനെയുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവുമായിട്ട് വളർന്നാൽ, അല്ലെങ്കിൽ ജീവിച്ചാൽ, ഈ പാഷാണ്ഡതകളിൽ ജീവിച്ചാൽ, പാപ്പാവിരുദ്ധതയും സഭാവിരുദ്ധതയും പരിശുദ്ധ സിംഹാസനത്തിൽ ധിക്കാരവും തുടർന്നാൽ ഒരിക്കലും അവർക്ക് വിശ്വാസത്തിന് ആനന്ദം കണ്ടെത്താൻ കഴിയില്ല. അനുസരണം സ്നേഹത്തിൽ നിന്നായിരിക്കില്ല, കയ്പായിരിക്കും. അനുസരണം കയ്പായിരിക്കും. അതുകൊണ്ടാണ് ആ കയ്പിനെ ഒരു തുപ്പിക്കളയാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് പറ്റുന്നത്? പറഞ്ഞു കഴിഞ്ഞ് ഞാൻ മാറുകയില്ല, മറ്റുള്ളവർ മാറാൻ സമ്മതിക്കുകയുമില്ല. ഈ 8 പള്ളികളിൽ ഏകീകൃത കുർബാന വന്നു കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഇവർക്ക് കലിപ്പ്? ഏകീകൃത കുർബാന എല്ലാവരും നടപ്പാക്കാൻ വേണ്ടിയല്ലേ? അപ്പോൾ ഞാൻ മാറില്ല, മറ്റുള്ളവർ മാറാൻ പാടില്ല. ഇങ്ങനെയുള്ളൊരു സമദൂരം, ഒരു സമവായം, അത് ശരിയാകില്ല എന്നാണ്
ബെനഡിക്ട് മാർപ്പാപ്പ ഈ ഉപമയെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നത്. നിങ്ങളുടെ പലരുടെയും കയ്യിൽ നസ്രത്തിൽ യേശു എന്ന് പറഞ്ഞ ആ ഗ്രന്ഥത്രയത്തിൽ 1-ാമത്തെ വോള്യമുണ്ട്. അതൊന്ന് വായിച്ചു നോക്കൂ. ഈ ഉപമയെക്കുറിച്ചുള്ള ബെനഡിക്ട് മാർപ്പാപ്പയുടെ ഗംഭീരമായ വ്യാഖ്യാനം കാണാം. ചില കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ചിലതെല്ലാം ഞാൻ എൻ്റേതായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിക്കാം, യോജിക്കാതിരിക്കാം. പക്ഷേ ഈ ധൂർത്തപുത്രൻ്റെ കഥയുടെ സാരാംശം ഇരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ തരത്തിൽ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഇപ്പോൾ നമ്മുടെ വിഷയങ്ങളൊക്കെ ഇപ്പോൾ ഈ ഓഗസ്റ്റ് സിനഡ് വരികയാണ്. നമ്മൾ വല്ലതും പ്രതീക്ഷിക്കണ്ടേ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ ഒരു സന്ദേശം ഈ സുറിയാനി കത്തോലിക്ക സഭയിൽ എല്ലാവരും അറിയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ മെത്രാന്മാരും അറിയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ ഈ അൽമായ മുന്നേറ്റക്കാരും വിമത വൈദികരും സഭയുടെ കൂടെയുള്ള വൈദികരും എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനാൽ നിങ്ങളും അങ്ങനെ വിചാരിക്കുന്നെങ്കിൽ ഈ സന്ദേശം പരമാവധി പ്രചരിപ്പിക്കുക. അങ്ങനെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ പങ്കുകാരാക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.